ശ്രീമദ് ഭാഗവതം ക്ലാസ് 112 സ്കന്ധം 5 ഇന്ന് നോക്കുന്ന 19ാമത്തെ അധ്യായമാണ്. അതിൽ കിം പുരുഷ ഭാരത വർഷങ്ങളുടെ സ്ഥിതി വർണ്ണനമാണ്. അപ്പം കുറേ ദേശങ്ങളുടെ വർണ്ണനം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇതിൽ കിം പുരുഷ ഭാരത വർഷങ്ങളുടെ വർണ്ണനയാണ് നടത്താൻ പോകുന്നത്. അപ്പോൾ ഒന്നിൽ പറയുകയാണ്, കിം പുരുഷം എന്ന വർഷത്തിൽ ആദിപുരുഷനും ലക്ഷ്മണന്റെ സഹോദരനുമായ ശ്രീരാമന്റെ തൃപ്പാദക സേവനത്തിൽ അർപ്പിതമായ ശ്രീ ഹനുമാൻ കിം പുരുഷനോടുകൂടി ഭക്തിയോടെ ഉപാസിക്കുന്നു. അപ്പം ഈ ദേശത്ത് കിം പുരുഷം എന്ന ദേശത്ത് കിം പുരുഷ വർഷത്തിൽ താമസിക്കുന്ന കിം പുരുഷന്മാരോടുകൂടി ശ്രീ ഹനുമാൻ എന്ത് ചെയ്യുകയാണ്? ശ്രീരാമന്റെ കീർത്തനങ്ങളെ പാടിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുകയാണ്. ആരെല്ലാം കൂടിയിട്ട്? കിം പുരുഷന്മാരും ശ്രീ ഹനുമാനും എല്ലാം കൂടിയിട്ട് ഭക്തിയോടെ ഉപാസിക്കുകയാണ്. ആരെ ഉപാസിക്കുകയാണ്? ശ്രീരാമനെ ഉപാസിക്കുകയാണ്. അപ്പം മറ്റുള്ള ദേശത്തിലെല്ലാം വേറെ പല ഘട്ടങ്ങളായിരിക്കുമ്പോൾ ഈ ദേശത്ത് കിംപുരുഷ ദേശത്ത് ശ്രീരാമന്റെ കാലഘട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം 2 ആർഷ്ഠിഷേണൻ എന്ന കിംപുരുഷനോടുകൂടി ഗന്ധർവർ അനുഗാനം ചെയ്യുന്ന ശ്രീരാമന്റെ ചരിത്രത്തെ, ഇപ്പം ഗന്ധർവന്മാരെല്ലാം കൂടിയിട്ട് അവിടെ ശ്രീരാമന്റെ ചരിത്രത്തെ അങ്ങനെ ഗാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ആർഷ്ഠിഷേണൻ എന്ന കിംപുരുഷ നേതാവിൻ്റെ കൂടെയാണ് അവരെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ശ്രീരാമന്റെ ചരിത്രത്തെ ശ്രവണം ചെയ്ത് ശ്രദ്ധയോടുകൂടി ശ്രവണം ചെയ്തിരിക്കെ ഇവരെല്ലാവരും അതിനെ ഒന്നിച്ച് പാടുകയാണ്. അവർ പാടുന്നതനുസരിച്ച് അവർ കഥ ഗാനരൂപത്തിൽ ആലപിക്കുന്നതിനനുസരിച്ച് ഇവരും അത് ഏറ്റു പറഞ്ഞുകൊണ്ട് ശ്രീരാമനെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സ്തുതിക്കുന്ന കാര്യങ്ങളാണ് ഇനി 3ാമത്തേൽ പറയുന്നത്. ഇപ്പം 3 ആദ്യം തന്നെ പറയുന്നത് ഉദാത്തമായ കീർത്തിമാനായ ശ്രീരാമന് നമസ്കാരം. ഏറ്റവും കീർത്തിമാനായ ശ്രീരാമന് നമസ്കാരം. ഉത്കൃഷ്ടമായ ലക്ഷണങ്ങളോടുകൂടിയ സ്വഭാവനിഷ്ഠയോടുകൂടിയ ശ്രീരാമഭദ്രമൂർത്തിക്ക് നമസ്കാരം. അപ്പം ഉത്കൃഷ്ടമാണ്, കീർത്തിമാനാണ്, ഏറ്റവും ഉത്കൃഷ്ടമായ കീർത്തിയുള്ളതാണ്, ഉത്കൃഷ്ട ലക്ഷണങ്ങളൊത്തവനാണ്, സ്വഭാവനിഷ്ഠയോടുകൂടി നല്ല സ്വഭാവനിഷ്ഠയോടുകൂടി ജീവിക്കുന്നവനാണ്. അങ്ങനെയുള്ള ശ്രീരാമഭദ്രമൂർത്തിക്ക് നമസ്കാരം. ഇതാണ് അവർ സ്തുതിക്കുന്നത്. സാധുതയുടെ പരമകാഷ്ഠമായ ശ്രീരാമന് നമസ്കാരം. അതായത് ഒരു സാധാരണ ജീവിതമാണ് അദ്ദേഹം നയിച്ചിരുന്നത്. കൃഷ്ണന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ഭയങ്കര അങ്ങനെയാണല്ലോ. പക്ഷെ രാമനാകുമ്പോൾ ആ കാലഘട്ടമാണ്. ഏത് കാലഘട്ടമാണ്? കൊളോണിയലിസത്തിന്റെ കാലഘട്ടമാണ്. രാവണൻ, ലങ്ക, വിദേശി. അപ്പം വിദേശികള് ഓരോ ദേശത്തിലും വന്ന് കൊളോണിയലിസം സ്ഥാപിച്ചിട്ട് അവിടുത്തെ സൗഭാഗ്യം അടിച്ചു കൊണ്ടുപോകുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന രാജഭരണങ്ങളിലെ രാജാക്കന്മാര് ഒരു എളിയ ജീവിതം നയിക്കുന്നവരായിരുന്നു. അപ്പം രാമനെല്ലാം ഒരു എളിയ ജീവിതം, പണ്ടത്തെ കുടുംബ ജീവിതം, ഒരു ഭാര്യ, എല്ലാം അങ്ങനെയുള്ള സങ്കല്പം എല്ലാമായിട്ട് ജീവിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് സാധുഗുണങ്ങളുടെ എല്ലാം കാഷ്ടമായ ബ്രാഹ്മണ ഭക്തനായ, അതേസമയം അദ്ദേഹം നല്ല ബ്രാഹ്മണ ഭക്തനുമാണ്. ആ സമയത്ത് രാജ്യം ഭരിക്കുന്നവര് നല്ല ബുദ്ധിമാന്മാരെയെല്ലാം മന്ത്രിമാരാക്കിക്കൊണ്ടാണ് ഭരിക്കുക. ഉദാഹരണത്തിന് പുരാണ കഥകളിൽ കണ്ടിട്ടില്ലേ? വസിഷ്ഠനും അങ്ങനെയുള്ളവരെയെല്ലാണ് ദുര്യോധനാദികളുടെ ക്ഷേത്ര ഭരണത്തിൽ തന്നെ തലപ്പത്തിരിക്കുന്നത് ഭീഷ്മരാണ്. അതിൻ്റെ കീഴ് ഗുരുവാണ്. അപ്പം അവരെല്ലാം ശ്രേഷ്ഠന്മാരാണ്. അപ്പം ശ്രേഷ്ഠന്മാരെല്ലാം ആ സ്ഥലത്ത്
പിടിച്ചിരുത്തും. അപ്പോൾ അതുമാതിരി ശ്രീരാമൻ്റെ കാര്യത്തിൽ തന്നെ ശ്രീരാമൻ ഭരിക്കുമ്പോൾ ഉപദേശകരായിട്ട് ബ്രാഹ്മണ സമുദായത്തിൽ ഇദ്ദേഹം രാജാവാണല്ലോ. രാജാവിനെ പോലെ എന്ത് വേണം? ഉപദേശിക്കാൻ ബ്രാഹ്മണരെ ബുദ്ധിയുള്ള ആൾക്കാരെ സമീപം വേണം. അപ്പം ബ്രാഹ്മണ ഭക്തനാണ്. അതേസമയം എന്ത് തന്നെയാണ്? സാക്ഷാൽ പുരുഷോത്തമനാണ്. അവിടെ ഉപദേശിക്കാൻ ആളെല്ലാം ഉണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഇദ്ദേഹം ആരാണ്? സാക്ഷാൽ പുരുഷോത്തമൻ തന്നെയാണ്. അതേസമയം രാജാതിരാജനുമാണ്. എല്ലാ രാജാക്കന്മാരുടെയും രാജാവാണ് എന്ന നിലയിൽ രാജാധിരാജനാണ്. അങ്ങനെയുള്ള ശ്രീരാമന് നമസ്കാരം എന്നെല്ലാം പറഞ്ഞുകൊണ്ടാണ് സ്തുതിക്കുന്നത്. ഇനി നാലിലെന്താ പറയുന്നതെന്ന് വെച്ചാൽ വിശുദ്ധാനുഭവ സ്വരൂപത്തോട്, വിശുദ്ധമായ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് അദ്ദേഹം കർമ്മങ്ങൾ ചെയ്യുന്നത്. ശാന്തമായാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലി എന്ന് പറഞ്ഞാൽ ശാന്തതയോടുകൂടി എല്ലാം വിശുദ്ധമായ നിലയിലാണ് കർമ്മങ്ങൾ ചെയ്യുക. ത്രിഗുണങ്ങളെ അകറ്റിക്കൊണ്ട്, മനുഷ്യരെല്ലാം ത്രിഗുണങ്ങളെ സത്വരജോ തണമോ ഗുണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിലകപ്പെട്ടുകൊണ്ട് മായയിൽ അകപ്പെട്ടാണ് കർമ്മങ്ങൾ ചെയ്യുന്നതെങ്കിൽ ത്രിഗുണങ്ങളെ അകറ്റപ്പെട്ട ജാഗ്രതയോടെ വളരെ ജാഗ്രതയായിട്ട് കാര്യങ്ങളെ വീക്ഷിച്ചുകൊണ്ട് ദൃശ്യത്തിൽ നിന്നും വ്യത്യസ്തമായ, യഥാർത്ഥത്തിൽ ദൃശ്യത്തിൽ അങ്ങനെ രാമനായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ അദ്ദേഹമല്ല എന്തല്ല, അങ്ങനെ ഒരു ദൃശ്യവസ്തുവൊന്നുമല്ല, ഒരു ദൃശ്യരൂപത്തിലുള്ള വ്യക്തിയൊന്നുമല്ല, നാമരൂപങ്ങൾക്ക് അതീതനുമാണ്. യഥാർത്ഥത്തിൽ ആ ശക്തിവിശേഷം ഇവിടെ കഥയിലൊരു കഥാപാത്രമായി ചിത്രീകരിച്ചതായിട്ട് മാത്രം കണ്ടാൽ മതി. അല്ലാതെ അങ്ങനെ ഒരു രൂപമായിട്ടൊന്നും വന്നിട്ടില്ല. നാമരൂപത്തിൽ, ആ നാമം എന്നെല്ലാം പറഞ്ഞത് നമ്മൾ കവികൾ പേര് കൊടുത്തതാണ് രാമൻ എന്നെല്ലാം. അല്ലാതെ അദ്ദേഹത്തിന് ആരും പേര് വിളിക്കാൻ കഥയിൽ പേര് കൊടുത്തു. ഈ ശക്തി എന്ന് പറഞ്ഞാൽ ബ്രഹ്മം തന്നെയാണ്, ശ്രീഹരിയാണ്. അപ്പം അതിന് പേര് വിളിക്കാൻ ഈ നാട്ടിലാരും വളർന്നിട്ടില്ല. കാരണം നമ്മളെ ഇഷ്ടത്തിനൊരു പേര് പറയുന്നു. അപ്പം നാമരൂപങ്ങൾക്ക് അതീതനാണ് അദ്ദേഹം. അദ്ദേഹത്തിന് രാമൻ എന്ന പേര് തന്നെ പറയണമെന്നൊന്നുമില്ല, എന്തും പറയാം. നമ്മൾ ഓരോ പേര് പറയും. ചിലവർ അള്ളാന്ന് പറയും, ചിലവർ യഹോവാന്ന് പറയും. അതെല്ലാം ഓരോ ആളെ ഇഷ്ടമാണ് ഓരോ പേര് കൊടുക്കുന്നത്. ആ ശക്തി വിശേഷത്തിന് ചിലവർ യഹോവ എന്ന് പറയും, ചിലപ്പോൾ അള്ളാന്ന് പറയും, ചിലവർ രാമൻ എന്ന് പറയും. എല്ലാം ശക്തി നമ്മൾ ശ്രീഹരി എന്ന് പറയും. അപ്പോൾ ഇതിനെല്ലാം കഥയിൽ വരുമ്പോൾ ഒരു പേര് കൊടുക്കുന്നു, ഓരോ ദേശക്കാർ അവരോട് പേര് കൊടുക്കുന്നു. അപ്പം നാമരൂപങ്ങൾക്ക് അതീതനാണ്, വിശുദ്ധ ചിത്തനാണ്. അദ്ദേഹത്തിൻ്റെ ചിത്തം എന്ന് പറയുന്നത് വിശുദ്ധമാണ്. ബ്രഹ്മത്വേന ഏകത്വമാണ്. ബ്രഹ്മമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത് ഏകത്വമാണ്, ഏകനാണ് ആ ഈശ്വരൻ. അതായത് യഥാർത്ഥത്തിൽ രാമൻ എന്ന് പറയുമ്പോഴും കൃഷ്ണൻ എന്നെല്ലാം പറയുമ്പോൾ കഥയിൽ നമ്മളൊരു രൂപം കൊടുക്കുന്നുണ്ടെങ്കിലും ഒരു പേര് കൊടുക്കുന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ പേരൊന്നും കൊടുക്കാനൊന്നും പാടില്ല. കാരണം ആ ശക്തി വിശേഷത്തിന് രൂപവും ഭാവവും ഒന്നുമില്ലാതെ എങ്ങനെയാണ് നമ്മൾ പേര് കൊടുക്കുക? അപ്പോൾ ആ പേരുകളൊന്നും പ്രശസ്തിയില്ല. പിന്നെ നമ്മളെ സൗകര്യത്തിന് ഒരു പേര് കൊടുത്തല്ലേ പറ്റൂ. അതുകൊണ്ട് ഓരോ ദേശക്കാർ അവരുടെ സങ്കല്പത്തിനനുസരിച്ച് ഓരോ പേര് കൊടുക്കുന്നു. അങ്ങനെയുള്ള ആ രാമനെ ഞാൻ ശരണം പ്രാപിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് സ്തുതിക്കുന്നത്. രാമൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു വ്യക്തി കാണുന്ന രൂപത്തിലൊന്നും ചിന്തിച്ചു പോകണ്ട. അതെല്ലാം കവിഭാവനയിൽ അടിച്ചു വിട്ടതാണ്. പേര് പോലും ഒരു പേരൊന്നും അങ്ങനെ പറയുന്നതിന് അർത്ഥമില്ല. ഓരോ ആൾക്കും ഓരോ പേരിൽ പറയും, അത്രേ ഉള്ളൂ. ഇനി അഞ്ചില് പറയുകയാണ്, സർവസമർത്ഥനായ ആ അവസാനം എല്ലാ സാമർത്ഥ്യത്തോടും കൂടി ഒരു മനുഷ്യാവതാരമായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട് പുരാണ കഥകളിൽ. അത് രാവണ നിഗ്രഹത്തിന് മാത്രമായിരുന്നില്ല. എന്തിനാണ് അങ്ങനെ ഒരു അവതാരമായി ചിത്രീകരിച്ചത്? രാവണനെ നിഗ്രഹിക്കാൻ മാത്രമായിരുന്നില്ല. രാവണൻ എന്ന് പറയുമ്പോൾ വിദേശികരാണ്, വിദേശ കൊളോണിയലിസത്തിലേക്കാണ് ലോകം പോയത്. ഹൃദയുഗം കഴിഞ്ഞപ്പോൾ, ഗോത്രകാലഘട്ടം കഴിഞ്ഞപ്പോൾ ലോകം പോയത് വിദേശാധിപത്യത്തിലാണ്. അതാണ് രാവണനായിട്ട് ചിത്രീകരിച്ചത്. ഭാരതത്തിൻ്റെ വിദേശിയാണ് ശ്രീലങ്ക,
ഇപ്പം കഥയിൽ വരുമ്പോൾ നമുക്ക് അടുത്തുള്ള ഒരു ദേശം പറ്റി പറഞ്ഞു തന്നേ ഉള്ളൂ. രാവണൻ വന്നിട്ട് ഇവിടുത്തെ സൗഭാഗ്യങ്ങൾ അടിച്ചു കൊണ്ടുപോയെങ്കിലും കൊളോണിയലിസം ആ കാലം നടപ്പാക്കിയതിനു വേണ്ടിയാണ്. ലോകം മുഴുവൻ ഒന്നാക്കുന്നുണ്ട്. വിദ്യാഭ്യാസപരമായിട്ടെല്ലാം സാമൂഹികപരമായിട്ട് ശാസ്ത്രം എല്ലാവർക്കും ലഭിക്കുന്നുണ്ട് ലോകത്തിൽ. അല്ലെങ്കിൽ വെസ്റ്റേൺ കൺട്രീസിൽ മാത്രം ഉണ്ടായിരുന്ന ജ്ഞാനം അവിടെ തന്നെയായിട്ട് ഒതുങ്ങിപ്പോവുമായിരുന്നു. പക്ഷേ കൊളോണിയലിസം വന്നപ്പോഴാണ് എല്ലാവരും ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ ഉയർന്നത്. പക്ഷേ ആ ഒരു കൊളോണിയലിസത്തിൻ്റെ ഫലമായിട്ട് വിദേശാധിപത്യം വന്ന് രാവണൻ വന്ന് ഇവിടുത്തെ സീതയെ, നമ്മുടെ സൗഭാഗ്യത്തെ, പുരുഷനും പ്രകൃതിയാണ് സൗഭാഗ്യം, അത് തന്നെയാണ് സീത. അപ്പം നമ്മുടെ സൗഭാഗ്യങ്ങളെ അടിച്ചു കൊണ്ടുപോയി. ഇവിടുത്തെ ഭരണാധികൾ ഭരണാധികാരികളായിരുന്നു. അന്ന് അർഹതയുള്ള രാജാവ് കാട്ടിലായിരുന്നു. എന്തിനാണെന്നല്ല പിന്നെ പറയും. അപ്പോൾ രാമൻ എന്ന ശക്തി ആ കാലഘട്ടമാണ് കൊളോണിയലിസത്തെ തച്ചുടച്ച് അതിൽ നിന്ന് മുക്തമാക്കിയത്. ഇപ്പം രാവണനെ നിഗ്രഹിക്കാൻ മാത്രമായിരുന്നില്ല സമർത്ഥനായ മനുഷ്യാവതാരം എന്ന രീതിയിൽ രാമൻ വന്നത്. ഭൂമിയിൽ മനുഷ്യരാശിക്ക് ചില പാഠങ്ങൾ പഠിപ്പിക്കുവാൻ കൂടി ആയിരുന്നു. മനുഷ്യന് എങ്ങനെ ജീവിക്കണം എന്നുള്ള ആ കാലഘട്ടത്തിൽ എങ്ങനെ ജീവിക്കണം എന്നുള്ള ചില ഉപദേശങ്ങൾ കൊടുക്കാൻ വേണ്ടിയായിരുന്നു. ആ കാലഘട്ടത്തിൽ മനുഷ്യർ ജീവിച്ചെങ്ങനെയാണ്? കുടുംബമായിട്ടാണ്, ഒറ്റ ഭാര്യ, അങ്ങനെയുള്ളൊരു ജീവിതത്തിൽ പോകുന്ന ശൈലി തന്നെയായിരുന്നു അന്നുണ്ടായിരുന്നത്. അത്തരത്തിൽ തന്നെ പോകണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ആ കാലഘട്ടത്തിലേക്ക് ഒരു വഴികാട്ടിയായിട്ട് വന്നതാണ് രാമൻ. എന്നാൽ കൃഷ്ണ കാലഘട്ടം വരുമ്പോൾ അങ്ങനെയൊന്നുമില്ല, 16,008 വരിയുമാണ്. അപ്പോൾ ഓരോ കാലഘട്ടത്തിന് ഇങ്ങനെ ജീവിക്കണം എന്നുള്ളൊരു മാതൃകയായിട്ട് ചിലത് പഠിപ്പിക്കുവാൻ കൂടിയായിരുന്നു വന്നിരുന്നത്. അല്ലെങ്കിൽ സ്വരൂപത്തിൽ രമിക്കുന്ന സർവനിയന്താവായ സർവാത്മാവിന് സീതാവിരഹാദി വ്യസനങ്ങൾ എങ്ങനെയുണ്ടാകും? അല്ലായിരുന്നുവെങ്കിൽ സീതനെ ഉപേക്ഷിക്കേണ്ടി വന്നപ്പോൾ എന്തുകൊണ്ടാണ് ദുഃഖമുണ്ടായത്? യഥാർത്ഥത്തിൽ ആ ശക്തി തന്നെയാണെങ്കിൽ ആ ശക്തി നിർവികാരനാണ്. അതിന് വിചാരങ്ങളൊന്നുമില്ല, അതിന് ആരുമായിട്ട് ബന്ധമൊന്നുമില്ല. പക്ഷെ ഇങ്ങനെ എന്തിനാണ് അവതരിപ്പിച്ചത്? ഇങ്ങനെ മനുഷ്യരൂപത്തിൽ അവതരിപ്പിച്ചെങ്കിൽ മാത്രമേ സീത പോകുമ്പോൾ വിരഹ ദുഃഖമെല്ലാം ഉണ്ടാവുള്ളൂ. അല്ലാതെ ഒരു ശരിയായ ഈശ്വരനാണെങ്കിൽ ഈശ്വരന് ആരോടും വലിയ പ്രത്യേകിച്ച് താല്പര്യമൊന്നുമില്ല. ഇതെല്ലാം മായയിലകപ്പെട്ടതാണ്. ഈ കുടുംബജീവിതം, മറ്റേത് ഇത് വിരഹ ദുഃഖമെല്ലാം മായയിൽപ്പെട്ട് മനുഷ്യർ ഉഴലുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള മണ്ടത്തരങ്ങളാണ്. ഇതിലൊന്നും ഒരു അർത്ഥവുമില്ല, ഒരു ബന്ധവുമില്ല എന്നെല്ലാം നിലതയിലാണ് ആ പരമാത്മാവിനെ കാണുന്നത്. പക്ഷെ ഇവിടെ ഇങ്ങനെ അവതരിപ്പിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു മനുഷ്യന്റെ രൂപത്തിൽ അവതരിപ്പിച്ചാലേ മനുഷ്യർക്ക് ഇങ്ങനെ ജീവിക്കണം എന്നൊരു ഉപദേശം നൽകുവാൻ പറ്റും. അപ്പം മനുഷ്യനായിട്ട് ജീവിക്കുമ്പോൾ വിരഹ ദുഃഖമെല്ലാം അനുഭവിച്ചതായിട്ട് പറയേണ്ടി വരും. അതുകൊണ്ട് പറഞ്ഞേ ഉള്ളൂ. അല്ലാതെ അങ്ങനെ ഒരു രാമനായിട്ട് വന്നിട്ടൊന്നും ഇവിടെ ഒന്നുമില്ല. ഒരു കഥരൂപത്തിൽ നമുക്ക് ഒരാശയം തന്നതായിട്ട് മാത്രം ഇതിനെ കണ്ടാൽ മതി. പക്ഷെ അതിലൂടെ ചരിത്രം തന്നെയാണ് പറയുന്നത്. ആ കാലഘട്ടത്തിലെ രാജാക്കന്മാർ, അർഹതയുള്ള രാജാക്കന്മാരുടെ കുഴപ്പം എന്തായിരുന്നു? പലയിടത്തും പോയി കൊണ്ട് കിട്ടും. ഇതിൻ്റെ അർഹതപ്പെട്ടവന് കാട്ടിൽ പോകേണ്ടി വരും. സാമർഥ്യമുള്ള ഭാര്യമാരും മന്ദരിയെല്ലാം കൂടിയിട്ട് കഴിവില്ലാതെ പിടിച്ച് കസേലയിൽ ഇരുത്തും. ഇതെല്ലാണ് ആ കാലഘട്ടത്തിലെ ദുഷിച്ച വശങ്ങൾ, ഭരണത്തിൻ്റെ ദുഷിച്ച വശങ്ങൾ. അത് ചൂണ്ടിക്കാണിക്കാൻ ഒരു കഥാപാത്രമായിട്ട് പറഞ്ഞതാണ്. ഇനി ആറിൽ പറയുകയാണ്, സമസ്ത ഐശ്വര്യങ്ങളുടെയും ഷഡ്ഗുണങ്ങളോടുകൂടി സാത്വികമായ അന്തകരണത്തിൽ വസിക്കുന്ന നിന്തിരുവടി
ആ ശ്രീരാമൻ എന്ന ആ കഥാപാത്രം ഇളയ ശ്രീരാമൻ, ആ കാലഘട്ടം, ആ കാലം സമസ്ത ഐശ്വര്യങ്ങളുടെയും അധിപനാണ് ആ ശ്രീരാമൻ. ഷഡ്ഗുണങ്ങളോട് കൂടിയവനാണ്. സാത്വികമായ ശാന്തമായ അന്ധകരണത്തോടു കൂടിയവനാണ്. അങ്ങനെയുള്ള ആ ശക്തി വിശേഷം 3 ലോകത്തിലും അദ്ദേഹത്തിന് ആസക്തിയില്ല. ഈ 3 ലോകങ്ങളിലും അദ്ദേഹത്തിന് ആസക്തി തീരെയില്ല. അങ്ങനെയുള്ളൊരു ശക്തിയാണ് ശ്രീരാമൻ. ലോകത്തിലൊന്നും ആസക്തിയില്ലാതെ ഒരു ശക്തി വിശേഷമാണ്. കാരണം അവൻ ധീരന്മാരുടെ ആത്മാവും സുഹൃത്തുമാണ്. അദ്ദേഹം ധീരന്മാരിലൂടെയാണ് പ്രവർത്തിക്കുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ശ്രീരാമൻ ഒരു ശക്തി വിശേഷമാണ്. ഓരോ കാലഘട്ടത്തിലെ ധീരന്മാരായ വ്യക്തികളിലൂടെയാണ് അദ്ദേഹം ആക്ട് ചെയ്യുന്നത്. നമുക്കറിയാലോ, കൊളോണിയലിസത്തിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത് ഗാന്ധിജിയുടെ നേതൃത്വത്തിലാണ്. അപ്പം ഗാന്ധിജിയിലൂടെ ആക്ട് ചെയ്തിട്ടുണ്ട് ആ ശ്രീരാമൻ. അതുകൊണ്ട് അദ്ദേഹത്തിന് എന്തില്ല, അതിലൂടെ ആക്ട് ചെയ്തെങ്കിലും അദ്ദേഹത്തിന് 3 ലോകത്തിൽ ഒരു ആസക്തി ഇല്ലതാനും. എന്നിട്ടും ഈ ഭൗതിക ലോകത്തിലെ കാര്യങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് പോകുന്നുമുണ്ട്. ശ്രീനിമിത്തം മോഹം അനുഭവിക്കുവാനിടയില്ല. ശ്രീനിമിത്തം മോഹം അനുഭവിക്കുവാൻ, ശ്രീനിമിത്തം മോഹം എങ്ങനെയാണ് ഉണ്ടാവുക? സീതാദേവി പോയപ്പോൾ ദുഃഖിക്കുന്നതായിട്ട് കാണിച്ചിട്ടുണ്ട്. സീതാദേവിയെ ഭൂമിയിലേക്ക് മറഞ്ഞല്ലോ. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു വ്യക്തിയായിട്ട് അങ്ങനെ ദുഃഖിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം അദ്ദേഹം ഇതിൽ നിന്നെല്ലാം അതീതയും മായാമോഹത്തിലൊന്നും അകപ്പെട്ടവനല്ല. അങ്ങനെ ദുഃഖിക്കേണ്ട കാര്യമൊന്നും അദ്ദേഹത്തിന് ഇല്ല. എന്നാലും കഥയിൽ അതുണ്ട്. എന്തുകൊണ്ടാണ് അത് അങ്ങനെ വരുന്നത്? ഞാൻ പറഞ്ഞത് സീത എന്ന് പറയുന്നത് ആ വ്യവസ്ഥിതിയായിരുന്നു. രാജഭരണത്തിലെ വ്യവസ്ഥിതി സൗഭാഗ്യമെല്ലാമാണ് സീത. അന്നത്തെ കാലഘട്ടത്തിൽ വിദേശികൾ വന്ന് നമ്മുടെ സൗഭാഗ്യത്തെയും എല്ലാം അടിച്ചുകെടുത്ത് കൊണ്ടുപോയി, വ്യവസ്ഥിതിയെ അടിച്ചെടുത്ത് കൊണ്ടുപോയി. എന്നിട്ട് സീത തിരിച്ചു വന്നപ്പോൾ നമ്മൾ കൊളോണിയലിസം എല്ലാം കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ സ്വതന്ത്രമായപ്പോൾ സീതയെ, ആ വ്യവസ്ഥിതിയെ നമ്മൾ സ്വീകരിച്ചില്ല. ആ വ്യവസ്ഥിതി മറഞ്ഞുപോയി. അതുപോലെ രാജഭരണവും ഒരു കുടുംബ വ്യവസ്ഥിതി, മറ്റേത് അതീതല്ലായിരുന്നു. ഒരു ഭർത്താവ്, ഒറ്റ ഭാര്യ, ഇങ്ങനെയല്ലായിട്ടുള്ള ഒരു കുടുംബ വ്യവസ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ വിദേശികൾ പോയപ്പോൾ നമ്മൾ തിരിച്ച് അതിലേക്കല്ല പോയിരിക്കുന്നത്. അപ്പം സീത എൻ്റെ വഴിക്ക്, ആ വ്യവസ്ഥിതിൻ്റെ വഴിക്ക് പോയി. നമ്മൾ വിദേശികൾ എന്താണോ സ്വീകരിച്ചത്, വിദേശികളുടെ ശൈലിയിലാണ് പിന്നെ നമ്മൾ ജീവിച്ചത്. അതിൻ്റെ ശേഷം നമ്മൾ ജീവിക്കുന്ന ഏതിലാണ്? നമ്മളെ സയൻസിൻ്റെ അവരുടെ കൾച്ചറും എല്ലാം വന്നപ്പോൾ നമ്മളെല്ലാം മാറിപ്പോയി. നമ്മൾ സീതേനെയെല്ലാം ഉപേക്ഷിച്ചു. പഴയ വ്യവസ്ഥിതിയിലേക്കും അല്ലാതെ പണ്ടത്തെ രാജാക്കന്മാരെ പോലെയൊന്നും നമ്മൾ പോയില്ല. നമ്മൾ ജനാധിപത്യത്തിലും പിന്നെ മുതലാളിത്തത്തിലേക്കും എല്ലാം ഇങ്ങനെ വിദേശികളെ ശൈലിയിലേക്ക് നമ്മൾ പോയി. ഭരണഘടന പോലും അവരെ നിന്ന് നോക്കിയിട്ടാണ് ഉണ്ടായിരിക്കുന്നത്. അല്ലാതെ പണ്ട് രാജഭരണം, അതിന് മുമ്പിൽ സീതേനെ അടിച്ചുകൊണ്ട് പോകുമ്പോൾ വിദേശികൾ വരുന്നതിനെക്കാട്ടി മുമ്പിലുള്ള ഭരണഘടനയൊന്നുമല്ല പിന്നെ ഉണ്ടായിരുന്നത്. പിന്നെ ബ്രിട്ടീഷ് ഭരണഘടന പോലെയാണ് നമ്മൾ പോയിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ നിലയിൽ ചിന്തിക്കുമ്പോൾ ആ ശക്തി വിശേഷം ദുഃഖിക്കേണ്ട കാര്യമില്ല. യഥാർത്ഥത്തിൽ സീതയല്ല അവിടെ. സീത എന്ന് പറയുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത്? ആ വ്യവസ്ഥിതിയായിരുന്നു. പഴയ വ്യവസ്ഥിതിയെ കളഞ്ഞു. നമ്മൾ സ്വാതന്ത്ര്യം കിട്ടിയെങ്കിൽ വ്യവസ്ഥിതി പഴയത് കളഞ്ഞു. നമ്മൾ വിദേശികളെ പിന്നാലെ അവർ എങ്ങനെയാണോ ജീവിച്ച അവരുടെ ശൈലിയിലേക്ക് നമ്മൾ മാറി. ലക്ഷ്മണനെയും ഉപേക്ഷിക്കാൻ സാധ്യതയില്ലായിരുന്നു. ലക്ഷ്മണനെ ഉപേക്ഷിക്കില്ല. കാരണം സാധാരണ നിലയിലാണെങ്കിൽ ലക്ഷ്മണനെ ഉപേക്ഷിക്കാൻ സാധ്യതയില്ല രാമൻ. പക്ഷേ ഒരു ഘട്ടത്തിൽ ലക്ഷ്മണനെയും ഉപേക്ഷിക്കുന്നുണ്ട് ഭരണസമയത്ത്. അതെല്ലാം ഏതിലായിട്ട് കാണണം? ആ കഥയുടെ ആന്തരിക അർത്ഥം മനസ്സിലാക്കുമ്പോഴേ അതിന് ശരിയായ നിലയിൽ മനസ്സിലാക്കുകയുള്ളൂ. അല്ലാതെ നമ്മൾ പാഞ്ചാലിക്ക് 5 ഭർത്താക്കന്മാർ എന്നെല്ലാം പറയുന്ന നല്ലൊരു സംസ്കാരമാണ് അല്ല. പക്ഷെ അതിനെല്ലാം വേറെ അർത്ഥങ്ങളാണ്. ആ അർത്ഥങ്ങളിലൂടെ ചിന്തിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം പിടികിട്ടുകയുള്ളൂ.
ഇനി 7 നിൻ തിരുവടിക്ക് സന്തോഷം നൽകുന്നത് വലിയവരിൽ നിന്നുള്ള ജനനമോ, അതായത് ഉന്നത കുലത്തിൽ ജനിച്ച ഒരാളിൽ നിന്നല്ല രാമന് സന്തോഷം കിട്ടുന്നത്. നമ്മൾ ധരിച്ചിരിക്കുന്നത് രാമന് വലിയ ഉന്നത കുലങ്ങളിൽ നിന്ന് ജനിച്ചവരിൽ നിന്നാണ്, അവരോടാണ് അടുപ്പുന്നത്. അല്ല, ഉന്നത കുലത്തിൽ ജനിച്ചത് കൊണ്ടൊന്നും രാമന് വലിയ താല്പര്യമൊന്നുമില്ല. നല്ല സൗന്ദര്യമുള്ള ആളെ കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വേറെ താല്പര്യമൊന്നുമില്ല. വാക്പാടകവും നല്ല വാക്കടിച്ചുകൊണ്ടും രാമൻ അതിലൊന്നും താല്പര്യമില്ല. ബുദ്ധിയുള്ള ആളുകൾ രാമന് താല്പര്യമൊന്നുമില്ല. ബുദ്ധിയുള്ളവരോ വെച്ചിട്ട് അവരോട് വലിയ താല്പര്യം. ജാതിയോ എന്തെങ്കിലും ജാതി വെച്ചിട്ടൊന്നുമല്ല രാമന് താല്പര്യം. രാമൻ ഇന്ന ജാതിക്കാരോട് എന്നുള്ള ഒരു താല്പര്യവും രാമനില്ല. കാരണം അകറ്റി നിർത്തപ്പെട്ട കാട്ടുജന്തുക്കളായ നമ്മളെപ്പോലും രാമൻ സ്വീകരിച്ചിരിക്കുന്നു. അത്ഭുതം തന്നെ. കാട്ടിൽ കിടക്കുന്ന ആർക്കും വേണ്ടാതെ കുരങ്ങനുമായിട്ട് പോലും, ഹനുമാൻ കുരങ്ങനല്ല, ബന്ധം സ്ഥാപിച്ചിരിക്കുന്നു. അപ്പൊ രാമന് ജാതിയുമില്ല, മതവുമില്ല, പണക്കാരി എന്ന ചിന്തയുമില്ല, ബുദ്ധിയുള്ളവന് എന്നുള്ള ചിന്തയില്ല, ഒന്നുമില്ല. കാട്ടിലെ കുരങ്ങനുമായിട്ട് പോലും അദ്ദേഹത്തിന് ബന്ധമുണ്ട് എന്നാണ് പറയുന്നത്. അദ്ദേഹം ജാതി വ്യവസ്ഥയ്ക്ക് ഒന്നും അദ്ദേഹത്തിന്റെ ചിന്തയിൽ വരുന്നില്ല. ജാതി എന്ന് എടുത്തു പറഞ്ഞിരിക്കുന്നു. അത് പറയുന്നതിന്റെ ഉദ്ദേശം എന്താണ്? രാമൻ എന്ന വ്യവസ്ഥിതി യഥാർത്ഥത്തില് അങ്ങേർക്ക് ഇന്ന ആളൊന്നൊന്നുമില്ല. കാട്ടിലുള്ള കുരങ്ങനാണെങ്കിലും അദ്ദേഹത്തെ ഈ പ്രപഞ്ചത്തിലെ എല്ലാത്തിനെയും ഒന്നായി കാണാൻ കഴിവുള്ളവനാണ് രാമൻ. കാരണം ആ ശക്തി വിശേഷത്തിൽ നിന്നാണ് ഈ പ്രപഞ്ചം ഉണ്ടായത്. അപ്പം പട്ടിയായാലും പൂച്ചയായാലും ബ്രാഹ്മണനായാലും ക്ഷത്രിയനായാലും വൈശ്യനായാലും ശൂദ്രനായാലും ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും രാമന് ഒന്നാണ് എല്ലാം. ആരുമായിട്ട് കൂട്ടുപോകും. ഇപ്പം നമ്മളെ തെറ്റായ ധാരണകളുണ്ട്. രാമൻ എന്നെല്ലാം പറയുമ്പോൾ നമ്മൾ എന്തോ ഉന്നത കുലത്തിൻ്റെ അങ്ങനെ ഇങ്ങനെയെല്ലാം ധരിച്ചു വെച്ചിരിക്കുന്നത്. ഒരു ചുക്കുമില്ല എന്നാണ് പറയുന്നത്. കുരങ്ങന്മാരോടും കൂട്ടുപോകും. എന്നിട്ടാ 8 പറയാണ്, ദേവനായിക്കോട്ടെ, അസുരനായിക്കോട്ടെ, കൊരങ്ങനായിക്കോട്ടെ, നരനായിക്കോട്ടെ, ആനയായിക്കോട്ടെ, അയോധ്യാവാസികളെ എല്ലാം അദ്ദേഹം സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. അല്പന്റെ ഭജനത്തെ പോലും അറിഞ്ഞാദരിക്കും. അല്പന്മാര് പോലും അദ്ദേഹത്തെ വിളിച്ചാല് പ്രാർത്ഥിച്ചാല് അദ്ദേഹം ആദരിക്കും. അല്പന്മാരെ പോലും ആദരിക്കും. മനുഷ്യവേഷം ധരിച്ച ശ്രീഹരിയുമായ ശ്രീരാമചന്ദ്രനെ സർവഭാവേന ഭജിക്കുക. അപ്പോൾ അദ്ദേഹത്തെ എങ്ങനെയാണ് നമ്മൾ ഭജിക്കേണ്ടത്? എല്ലാ പ്രപഞ്ചത്തിൻ്റെ എല്ലാം അദ്ദേഹമാണ് എന്ന നിലയിൽ ഭജിക്കണം. രാമനെ ഭജിക്കുന്നവര് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാറ്റിനെയും രാമനായി കണ്ട് ഭജിക്കാൻ കഴിയണം. ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും പള്ളിയായാലും അമ്പലമായാലും എല്ലാ മൃഗങ്ങളായാലും ഹനുമാനാണ് പറഞ്ഞു കഴിഞ്ഞു. എല്ലാം ആ ബ്രഹ്മം തന്നെയാണ്, ശ്രീഹരി തന്നെയാണ്, പല രൂപത്തിൽ പ്രത്യക്ഷമായതാണ് എന്ന് കണ്ടുകൊണ്ട് വേണം നമ്മൾ ആ ശ്രീഹരിയെ, ആ രാമനെ ഭജിക്കുക. അപ്പം ഇതെല്ലാം നമ്മളെ പല തെറ്റിദ്ധാരണകൾ, നമുക്ക് എന്തെല്ലോ മനസ്സിലെ ധാരണകളുണ്ട്, അതെല്ലാം മാറ്റണം. ഇനി ഭാരതമെന്ന വർഷത്തെപ്പറ്റി പറയുകയാണ്. ഭാരതമെന്ന വർഷത്തിൽ നരനും നാരായണനും എന്ന അസ്പഷ്ട രൂപത്തിലാണ് ധർമ്മം, ജ്ഞാനം, വൈരാഗ്യം, ഐശ്വര്യം, ഇന്ദ്രിയ നിഗ്രഹം, നിരഹങ്കാരം എന്നിവയോടുകൂടി തപസ് ചെയ്യുന്നവരെ അനുഗ്രഹിക്കുവാൻ കൽപ്പാന്തകാലത്തോളം വസിക്കുന്നു.
അപ്പം ഭാരതം എന്ന വർഷത്തിൽ ആ സമയത്ത് ഭഗവാൻ നരനാരായണൻ എന്ന രൂപത്തിലാണ്, നാരായണൻ എന്ന രൂപത്തിലാണ് അദ്ദേഹത്തെ ആരാധിക്കേണ്ടത്. നരനാരായണൻ എന്ന രൂപത്തിൽ. എന്നിട്ട് എങ്ങനെ വേണം? അതേ കൽപ്പാന്ത കാലത്തോളം ആ രൂപത്തില് ധർമ്മം, ജ്ഞാനം, വൈരാഗ്യം, ഐശ്വര്യം, ഇന്ദ്രിയ നിഗ്രഹം, നിരഹങ്കാരം, അഹങ്കാരമില്ലായ്മ എന്നിവയോടുകൂടി തപസ് ചെയ്യുന്നവരെ അനുഗ്രഹിക്കുവാൻ വേണ്ടിയാണ് അദ്ദേഹം അവിടെ നിലകൊള്ളുന്നത്. ധർമ്മത്തിന് വേണ്ടി, എല്ലാ ജ്ഞാനവും നൽകാൻ വേണ്ടി, മനുഷ്യരിൽ വൈരാഗ്യം ഉണ്ടാക്കാൻ വേണ്ടി. വൈരാഗ്യം ഉണ്ടായിട്ട് കർമ്മം ചെയ്യണം. എനിക്ക് എന്ന ചിന്ത ഉണ്ടായിട്ട് കർമ്മം ചെയ്യരുത്. എനിക്ക്, എൻ്റെ ഭാര്യയ്ക്ക്, എൻ്റെ മക്കൾ, ഈ ചിന്തകൾ, എൻ്റെ ബന്ധുക്കൾ, അതെല്ലാം ഉപേക്ഷിച്ച് ഐശ്വര്യം നേടാം. ഇന്ദ്രിയങ്ങളെ നിഗ്രഹിക്കണം. നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ട് ജീവിച്ചുകൂടാ. അഹങ്കാരമില്ലാതെ അങ്ങനെ തപസ് ചെയ്യുക. നമ്മുടെ കർമ്മം ഒരു തപസ് എന്ന നിലയിൽ നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങൾ ചെയ്തു പോകുന്നവരെയാണ് അനുഗ്രഹിക്കുവാൻ വേണ്ടിയിട്ട് ഭാരതവർഷത്തിൽ ആ കാലഘട്ടത്തിൽ നരനാരായണൻ എന്ന നിലയിലാണ് ആരുള്ളത്? ആ ശക്തിവിശേഷം ശ്രീഹരി പ്രത്യക്ഷമായിരിക്കുന്നത്. ഇപ്പം 11 പറയുന്നു, 10 പറയുന്നു, സർവജ്ഞാനിയായ നാരദൻ വർണ്ണാശ്രമധർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന ഭാരതീയ ജനങ്ങളോടുകൂടി. ഇപ്പം ഭാരതത്തിലെ ജനങ്ങളെല്ലാം വർണ്ണാശ്രമധർമ്മം അനുഷ്ഠിച്ചാണ് ജീവിക്കുന്നത്. എന്താണ് വർണ്ണാശ്രമധർമ്മം? ചെറുതിൽ പഠിക്കുക ബ്രഹ്മചര്യം, സായിപ്പന്മാരും ചെറുത് പഠിക്കുക തന്നെയാണ് ചെയ്യുന്നത്, കുട്ടികളെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഗൃഹസ്ഥാശ്രമം, പിന്നെ വലുതാകുമ്പോൾ പഠിച്ചെല്ലാം കഴിയുമ്പോൾ കല്യാണമെല്ലാം കഴിച്ച് കുടുംബം പോറ്റുന്ന നിലയിൽ ജോലിയെല്ലാം എടുത്ത് വർണ്ണാശ്രമധർമ്മത്തിൽ ബ്രഹ്മചര്യം, ഗൃഹസ്ഥാശ്രമം. പിള്ളേരെല്ലാം വലുതാകുമ്പോൾ മെല്ലെ അതിൻ്റെ അകത്തുനിന്ന് പിരിച്ചുപോയി പിള്ളേർക്ക് കൈമാറി കൊടുത്തുകൊണ്ട് അത് തന്നെ വാനപ്രസ്ഥം. വയസ്സാം കാലത്ത് പിന്നെ മരിക്കുന്ന ആ ഈശ്വരനെയും പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുക സന്യാസം. ലോകത്തിലെല്ലാവരും ഇങ്ങനെ തന്നെയാണ് കഴിയുന്നത്. അപ്പം അങ്ങനെയുള്ള ജനങ്ങളോടുകൂടി നാരദൻ ഭഗവാനാൽ വിസ്തരിച്ചു തരക്കപ്പെട്ട, ഭഗവാൻ തന്നെ വിവരിച്ചു തന്ന വേദങ്ങൾ അല്ലെ ജ്ഞാനങ്ങൾ ഭഗവാനിൽ നിന്ന് തന്നെയാണ്, ബ്രഹ്മത്തിലൂടെയാണ്, ബ്രഹ്മാവിലൂടെയാണ് വേദങ്ങളെല്ലാം വന്നിരിക്കുന്നത്. അതെല്ലാം വിഷ്ണു തന്നെയാണ് എടുത്ത് ബ്രഹ്മാവിന് കൊടുത്തത്. അപ്പം അതിലൂടെ വന്ന ജ്ഞാന കർമ്മയോഗത്തോടെ ഇപ്പം ബ്രഹ്മചര്യത്തിൽ നമ്മൾ ജ്ഞാനം നേടും, എന്നിട്ട് ഗൃഹസ്ഥാശ്രമത്തിൽ കർമ്മം. അപ്പം ജ്ഞാന കർമ്മയോഗത്തോടെ ഭഗവാൻ മഹത്വം പ്രകീർത്തിക്കുന്ന, ആ ഭഗവാന്റെ മഹത്വം പ്രകീർത്തിക്കുന്ന പഞ്ചരാത്ര എന്ന ഭക്തിയോഗത്തെ സാവർണി എന്ന മനുവിന് ഉപദേശിച്ചു കൊടുത്തു. ആ കാലത്തെ മനു സാവർണി എന്ന മനുവിന് ഉപദേശിച്ചു കൊടുത്ത് കൊണ്ട് നിന്തിരുവടിയെ ഉപാസിക്കുന്നു. നാരദൻ എല്ലാവർക്കും അറിയുന്ന ഇതെല്ലാം അടങ്ങിയ ജ്ഞാനകർമ്മയോഗങ്ങളെല്ലാം അടങ്ങിയ ശാസ്ത്രം, അതിനാണ് പഞ്ചരാത്ര എന്ന ഭക്തിമാർഗയോഗത്തെ സാവർണി എന്ന അക്കാലത്തെ മനുവിന് ഉപദേശിച്ചു കൊടുത്തുകൊണ്ട് നിന്തൊരുവരിയെ ഉപാസിക്കുന്നു. ആരുപാസിക്കുന്നു? നരനാരായണൻ എന്ന രൂപത്തിൽ ആ ശക്തിയെ ഭാരതത്തിലെ ആൾക്കാർ ആ സമയത്ത് അങ്ങനെ ആരാധിക്കുന്നു. എന്നിട്ട് 15 പറയുന്ന സർവ ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിച്ച് നിരാഹങ്കാരനായി മരുകുന്ന ഭഗവാൻ നരനാരായണൻ നമസ്കാരം. അപ്പം നരനാരായണൻ എന്ന് പറഞ്ഞാൽ ജലത്തിൽ ശയിക്കുന്ന നിലയിലാണ്. സൃഷ്ടിക്രമത്തിൽ ആദ്യം നരനാരായണൻ എന്ന നിലയിലായിരുന്നു. പിന്നീട് അതിൽ നിന്നാണ് സൃഷ്ടി ഉത്ഭവിക്കുന്നത്. അപ്പോൾ ആ നിലയിലായിരുന്നു ഭാരതവർഷം വന്നുണ്ടായിരുന്നത്. ഇന്നത്തെ കാലമല്ല പറയുന്നത്. ഇത് എല്ലാം ഓരോ ദേശത്തിൻ്റെയും പ്രത്യേകത വിവരിക്കുമ്പോൾ ഓരോ ദേശത്തിലെ അക്കാലത്തുണ്ടായിരുന്നതാണ്. അന്ന് ഭാരതവർഷത്തിൽ നരനാരായണൻ എന്ന വ്യവസ്ഥിതിയെ രൂപത്തിൽ ആ സ്റ്റേജിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ നരനാരായണനായിട്ടാണ് ആരാധിക്കുന്നത്.
അപ്പോൾ അവർ സർവ ഇന്ദ്രിയങ്ങളെയും നിഗ്രഹിച്ച് നരനാരായണൻ എന്ന് പറയുന്ന ആ സ്റ്റേജ് ജലത്തിൽ ശയിക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ ശാന്തമായിട്ടാണ്. അതുകൊണ്ട് എല്ലാ ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിച്ചു കൊണ്ടുള്ള ഒരവസ്ഥയാണത്. അങ്ങനെയാണ് നരനാരായണൻ വസിച്ചിരുന്നത്. അങ്ങനെയുള്ള നരനാരായണന് നമസ്കാരം. എല്ലാ ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിച്ച് നിരഹങ്കാരം, ഞാനെന്ന ഒരു ചിന്തയൊന്നുമില്ലാതെ. അപ്പം ആദ്യം ആ ഈശ്വരൻ ജലത്തിൽ അങ്ങനെ ലോകം മുഴുവൻ ഒരു ജലം മാതിരിയുള്ള അവസ്ഥയിലായിരുന്നു. അതിലാണ് വ്യാപിച്ച് കിടന്നിരിക്കുന്നത്. ആ അവസ്ഥക്കാണ് നരനാരായണൻ എന്ന് പറയുന്നത്. അപ്പം സൃഷ്ടിയില്ല, അഹങ്കാരങ്ങളൊന്നുമില്ല, എല്ലാവരും ഇന്ദ്രിയങ്ങളൊന്നും ആക്റ്റീവല്ല. ആ നിലയിലായിരുന്നു അന്നത്തെ ഭാരതവർഷത്തിൻ്റെ കിടപ്പ്. അപ്പോൾ ആ സമയത്ത് ഈ ലോകം അല്ലെ ആ ദേശം തപസ്സൊഴികെ മറ്റൊരു ധനവുമില്ല. തപസ് എന്ന് പറയുന്നത് അശാന്തമായിട്ട് നരനാരായണൻ അങ്ങനെ ജലത്തിൽ നിൽക്കുന്ന അവസ്ഥയിൽ തപസ് ചെയ്യുകയാണ്. ഇതിനു വേണ്ടി ഒരു ലോക സൃഷ്ടിക്കായിട്ട് ആ അവസ്ഥയിൽ നിൽക്കുന്ന അവസ്ഥയിൽ തപസ് മാത്രമേ ഉണ്ടായിരുന്നു. അതായത് ശാന്തമാണ്. നരനാരായണൻ എന്നൊരവസ്ഥ ശാന്തമാണ്. പക്ഷേ അതിലെന്തുണ്ട്? വിജ്ഞാനം സിദ്ധിച്ച യോഗീശ്വരന്മാരുടെ പരമഗുരുവായ ആ നരനാരായണനിൽ എല്ലാ ജ്ഞാനവും ഉണ്ടായിരുന്നു. കാരണം ആദ്യമുണ്ടായത് ബ്രഹ്മമാണല്ലോ, അല്ല വേദങ്ങളാണല്ലോ. ആ ജ്ഞാനം എപ്പോഴും നരനാരായണനിൽ അതിൻ്റെ കൂടെ ശയിച്ച് കിടക്കുകയായിരുന്നു. അപ്പോൾ വിജ്ഞാനം സിദ്ധിച്ച യോഗീശ്വരന്മാരുടെ പരമഗുരുവായിരുന്നു നരനാരായണൻ. ആത്മാവിൽ ആനന്ദം കൊള്ളുക. അപ്പോൾ ആ ആത്മാവ് മാത്രമേ അവിടെയുള്ളൂ. അതിൽ തന്നെ ആത്മാവ് എന്ന് പറഞ്ഞാൽ ആ പ്ലാനിൽ തന്നെ ആനന്ദം, ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ നിന്നാണ് പിന്നെ സൃഷ്ടിയെല്ലാം ഉണ്ടാകുന്നത്. അപ്പോൾ ആ പ്ലാനിൽ തന്നെ ആ ആത്മാവിൽ തന്നെ ആനന്ദം കൊണ്ടുകൊണ്ട് ജീവാത്മാക്കളുടെ അധിപതിയായ ഇനി ഉണ്ടാകുന്ന ജീവാത്മാക്കളെല്ലാം അതിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ജീവനുള്ള ജീവാത്മാക്കളെല്ലാം ഉണ്ടാകുന്നത് ആ നരനാരായണനിൽ നിന്നാണ്. അതുകൊണ്ട് ജീവാത്മാക്കളുടെ എല്ലാ അധിപതിയായി വാഴുന്ന നരനാരായണന് നമസ്കാരം പറയുക എന്ന് പറഞ്ഞ് നാരദൻ ആ സ്റ്റേജിനെ വർണ്ണിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഈ ലോകത്തിൻ്റെ സൃഷ്ടിയുടെ കർത്താവാണ്, സൃഷ്ടി നടത്തേണ്ട വ്യക്തിയാണ് നരനാരായണൻ. അപ്പോൾ ആദ്യത്തെ സ്റ്റേജിൽ ജലത്തിൽ ശയിക്കുന്ന ഒരു സ്റ്റേജായിരുന്നു, ഒന്നും ഉണ്ടായിട്ടില്ല. ആ സ്റ്റേജിൽ നിൽക്കുന്ന ശക്തിയിലാണ് ഇനിയുള്ള സൃഷ്ടി നടത്തേണ്ട എല്ലാ ബീജങ്ങളും ഉള്ളത്. അപ്പം അദ്ദേഹം തന്നെയാണ് സൃഷ്ടി നടത്തേണ്ടത്. എന്നിട്ടും ആ സ്റ്റേജിൽ അതിലൊന്നും സൃഷ്ടിക്കൊന്നും ഇറങ്ങാതെ ഇവിടെ ഉണ്ടാകുന്ന എല്ലാ ശരീരാദികളുടെയും സത്ത അതിൽ തന്നെയാണുള്ളത്. അപ്പം അങ്ങനെ ഒരു ശരീരമായി മാറുമ്പോൾ പിന്നെ പീഡകൾ അനുഭവിക്കണം. പക്ഷേ അങ്ങനെ ഒരു പീഡയൊന്നും അനുഭവിക്കാൻ തയ്യാറാണ്. അതായത് ഒരു സൃഷ്ടികർമ്മത്തിലും അപ്പോൾ അദ്ദേഹത്തിന് താല്പര്യമില്ലാതെ അദ്ദേഹം അങ്ങനെ നിശ്ചലനായിട്ട് ഇതൊക്കെയായിരുന്നു കുറേ കാലം. എന്നിട്ടോ ദൃഷ്ടാവായിട്ട് എല്ലാത്തിൻ്റെയും ദൃഷ്ടാവാണ്. ഈ ഭൂമിയിൽ ഇനി പലതരം ഗുണങ്ങളുള്ള വസ്തുക്കൾ ഉണ്ടാക്കിയിട്ട് അതിനെല്ലാം പരിപാലിച്ചിട്ട് പലതരം വസ്തുക്കൾ ഉണ്ടാക്കിയിട്ട് ഒരു പ്രപഞ്ചം ഉണ്ടാക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്തം എല്ലാം ഉണ്ടായിട്ടും അതിലൊന്നും ശ്രദ്ധ പതിപ്പിക്കാതെ അനാസക്തനായി ഒരു സാക്ഷി കണക്കെ നിൽക്കുന്ന ആ നിന്തിരുവടിക്ക് നമസ്കാരം. അപ്പോൾ അദ്ദേഹം കുറേ കാലം അങ്ങനെ നരനാരായണനായിട്ട് ഒരനക്കവുമില്ലാതെ ഒരു തപസ്വിയെ പോലെ അങ്ങനെ കഴിഞ്ഞു. അദ്ദേഹത്തിൽ നിന്ന് തന്നെയാണ് ഈ വലിയ പ്രപഞ്ചം ഉണ്ടാകുന്നത്. അതിൻ്റെ നാഭിയിൽ നിന്നാണല്ലോ താമരയായിട്ട് പിന്നെ പ്രപഞ്ചം വന്നത്. പക്ഷെ അതിന് മുമ്പിൽ കുറേ കാലം അദ്ദേഹം അങ്ങനെ ശുദ്ധമായിട്ട് അവിടെ നിദ്രമാരി തപസ്യമാരി കഴിഞ്ഞുകൂടി. ആ അവസ്ഥയെയാണ് ഭാരതവർഷത്തിലുള്ളവർ എന്ത് ചെയ്തത്? അപ്പോൾ ഉപാസിച്ചു കൊണ്ടിരുന്നത്. ഇനി 13
ഇനി 13 ബ്രഹ്മദേവൻ ഉപദേശിച്ച ഒരു തത്വം, ആ ബ്രഹ്മത്തെ, ആ നിർഗുണമായ ബ്രഹ്മത്തെ അല്ലെങ്കിൽ ശ്രീ നരനാരായണനെ പ്രാപിക്കുവാനുള്ള വഴി എന്താണെന്ന് വെച്ചാൽ മരിക്കുന്ന സമയത്ത് അതിനെ തന്നെ ആരാധിച്ചു കൊണ്ടിരിക്കുക. മരിക്കുന്ന സമയത്ത് എന്താണോ നമ്മൾ ചിന്തിക്കുന്നത് അത് സാധിക്കും. അപ്പം മരിക്കുന്ന സമയത്ത് പണ്ട് മറ്റേ കക്ഷിക്ക് മാനിന ചിന്ത വന്നുകൊണ്ടാണ് മാനായിട്ട് ജനിച്ചു പോയത്. അപ്പം പട്ടീനെ പറ്റി ചിന്തിച്ചാൽ പട്ടിയായി ജനിക്കും. അതുകൊണ്ട് ബ്രഹ്മസാക്ഷാത്കാരം വേണ്ടിയെങ്കിൽ മരിക്കുന്ന സമയത്ത് എന്ത് വേണം? ആ നരനാരായണ തന്നെ അങ്ങ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് ബ്രഹ്മസാക്ഷാ മനസ്സിനെ ഭക്തിയോടുകൂടി ധാരണം ചെയ്യുക. അതാണ് അതിൽ വിലയം പ്രാപിക്കാനുള്ള ഏറ്റവും എളുപ്പമായ വഴി. അല്ലെങ്കിൽ എന്ത് വേണം? നമ്മൾ ഈ കുടുംബത്തെ എല്ലാം ഉപേക്ഷിച്ചിട്ട് ഉടുപ്പടക്കം എടുത്ത് കളഞ്ഞിട്ട് ഭ്രാന്തനെ പോലെ ഇങ്ങനെ അലഞ്ഞ് നടന്നിട്ട് എത്രയോ കാലം കഴിയുമ്പോഴാണ് ചിലപ്പം ബ്രഹ്മസാക്ഷാത്കാരം നേടുക. അത് കിട്ടണമെന്ന് വലിയ ഉറപ്പൊന്നുമില്ല. പക്ഷേ ഇപ്പം ബ്രഹ്മാവ് ഒരു വഴി ഉപദേശിച്ചു കൊടുത്തിട്ടുണ്ട്. ഏറ്റവും എളുപ്പത്തിൽ ബ്രഹ്മസാക്ഷാത്കാരം നേടാനുള്ള വഴി എന്താണെന്ന് വെച്ചാൽ മരിക്കാൻ നേരം അതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരുന്നുള്ളൂ. ശ്രീഹരിയെപ്പറ്റി തന്നെ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ ബ്രഹ്മസാക്ഷാത്കാരം എളുപ്പം നേടാം. ഏറ്റവും എളുപ്പമായി ബ്രഹ്മസാക്ഷാത്കാരം നേടാനുള്ള വഴി ആ സമയത്ത് ആ ശക്തിയെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഇത് ബ്രഹ്മാവ് ഉപദേശിച്ചു കൊടുത്ത വഴിയാണെന്ന് പറയുകയാണ്. ഇനി 14 പറയുകയാണ്, എന്തെങ്കിലും ഭൗതിക സുഖങ്ങളിൽ ആസക്തി മൂത്തിട്ട്, അതായത് ഈ ഭൗതിക ലോകത്തിലെ സുഖങ്ങളിൽ ആസക്തി മൂത്തിട്ട് പുത്രന്മാരിലും പത്നിമാരിലും സമ്പത്തിലും വിചാരിച്ചുകൊണ്ട്, അപ്പം ഭൗതിക ലോകത്തിലെ ചിന്തയും വെച്ചുകൊണ്ട് ഭൗതിക സുഖങ്ങളെ ചിന്തിച്ചുകൊണ്ട് പുത്രന്മാരെ പറ്റിയും ഭാര്യനെ പറ്റിയും സമ്പത്തിനെ എല്ലാം പറ്റി ചിന്തിച്ചു കൊണ്ടിരിക്കുന്നവൻ ശരീരനാശത്തെപ്പറ്റി ഭയന്നുകൊണ്ടിരിക്കും. എന്തു ചെയ്യും? ഈ ശരീരം നശിക്കുമല്ലോ എന്ന് ഭയന്നുകൊണ്ടിരിക്കും. അവനെപ്പോഴും ഈ ശരീരം നശിച്ചു കഴിഞ്ഞാലും പിന്നെ ഇതേപോലെയൊന്നും പറ്റൂലല്ലോ. അതുകൊണ്ട് അവനെപ്പോഴും ഈ ശരീരത്തെ പറ്റിയാണ് ചിന്ത. ശരീരം നശിച്ചു പോകുമല്ലോ, എൻ്റെ ശരീരം, അതുകൊണ്ടാണ് ശരീരം നന്നാക്കാൻ വേണ്ടിയിട്ട് പാടുപെടുന്നത്. എന്നാലും ശരീരം നശിക്കേണ്ട സമയത്തും എത്തുമ്പോൾ ശരീരം നശിക്കും. അങ്ങനെയുള്ളവൻ എത്ര തന്നെ വിദ്യ നേടിയാലും, അങ്ങനെ കുടുംബത്തെ പറ്റിയും ഭാര്യനെ പറ്റിയും മക്കളെ പറ്റിയും സമ്പത്തിനെ പറ്റിയെല്ലാം ചിന്തിച്ച് ഭൗതിക സുഖങ്ങളിൽ താല്പര്യമായിട്ട് ഈ ശരീരം നശിച്ചു പോകുമല്ലോ എന്ന് ഭയന്നുകൊണ്ട് നടക്കുന്നവന് എത്ര നല്ല വിദ്യ നേടിയാലും അവൻ്റെ വിദ്യയെല്ലാം വിദ്യയാണ്, ഒരു ഗുണമില്ലാതെ പോകും എന്നാണ് പറയുന്നത്. യഥാർത്ഥ ജ്ഞാനമല്ല അവൻ നേടിയിരിക്കുന്നത്. അതുകൊണ്ട് 15 ഭാരതവാസികൾ സ്തുതിക്കുന്നത് നാരായണനോടുകൂടിയെല്ലാം ആരെ സ്തുതിക്കുകയാണ്? നരനാരായണനോട് സ്തുതിക്കുന്നത് എന്തെന്നാൽ, ഇന്ദ്രിയ വിഷയങ്ങൾക്ക് അതീതനായി നിൽക്കുന്ന ഹലയോ നരനാരായണ മൂർത്തേ. അതേ ഈ ഇന്ദ്രിയങ്ങൾക്കൊന്നും ഒന്നും അധീനനല്ല. അതിലൊന്നും താല്പര്യമില്ലാതിരിക്കുന്ന ആ നിർഗുണ അവസ്ഥയാണ് ശാന്തം. അദ്ദേഹത്തിനാണ് സൃഷ്ടി നടത്തേണ്ട താല്പര്യങ്ങൾ, അതൊന്നും ഇല്ലാത്ത ആ അവസ്ഥയിൽ ശാന്തമായിട്ടിരിക്കുന്ന ആ അവസ്ഥയിൽ നമ്മൾ എത്തിക്കാനാണ് പറയാൻ പോകുന്നത്. അതുകൊണ്ട് എന്ത് വേണം? നിന്തൊരുവരുടെയും മായാ വൈഭവത്തിലകപ്പെട്ട മമത നീ അങ്ങ് ആ നരനാരായണന്റെ മായയിൽ അകപ്പെട്ടുകൊണ്ട് നമ്മുടെ ഈ ദേഹാദികളിൽ ഉണ്ടാക്കിയിരിക്കുന്ന മമത, അദ്ദേഹം നമുക്കൊരു ശരീരം തന്നു. ആ ശരീരത്തിലെ മായാരൂപമായ ഒരു ശരീരം തന്നു. അതിൽ ഞാനെന്നൊരു ചിന്തയുണ്ടാക്കി, എന്നിട്ട് അതിൽ മമതയും ഉണ്ടാക്കി വെച്ചു. എന്നിട്ട് അതിലൊരു അഹങ്കാരം ഉണ്ടാക്കി. ഞാനെന്നൊരു അഹങ്കാരം ഉണ്ടാക്കി. ഒരു ശരീരം തന്നു, ആ ശരീരത്തിന് ഞാനെന്നൊരു ചിന്താഗതി ഉണ്ടാക്കിയിട്ട് ഞാനെന്നൊരു അഹങ്കാരം ഉണ്ടാക്കി. ഈ ശരീരത്തോടും അതുമായിട്ട് ചേർന്ന് കിടക്കുന്ന ചിലതോടും ഭാര്യ മക്കളോ ഇത്തരത്തോടുള്ള ഇവരോടെല്ലാം ഒരു മമതയും ഉണ്ടാക്കി. ഇങ്ങനെ ഉണ്ടാക്കി വെച്ച ഈ മമത, അഹങ്കാരം എന്നിവയെല്ലാം ഭേദിക്കുവാനുള്ള ഹൃദയഗ്രന്ഥിയെ, ഹൃദയത്തിൽ നിന്നാണ് വികാരങ്ങൾ ഉണ്ടാകുന്നത്.
ആ വികാരത്തിൽ നിന്നാണ് ഈ മമത ഉണ്ടാകുന്നത്, അഹങ്കാരം ഉണ്ടാകുന്നത്. ഞാൻ എൻ്റേത്, എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ, എൻ്റെ കുടുംബം എന്നുള്ള ചിന്തയെല്ലാം ഉണ്ടാകുന്നത്. ആ ഹൃദയഗ്രന്ഥിയെ മുറിക്കുവാൻ പറ്റുന്ന ഭക്തിയോഗം, ആ ഭക്തിയോഗം നമുക്കുണ്ടാക്കി തരണമെന്ന് ആരോട് അപേക്ഷിക്കുകയാണ്? നരനാരായണനോട് അപേക്ഷിക്കുകയാണ്. അപ്പം ഇതുവരെ നാരദനും പാർട്ടികളും എല്ലാം ആ നരനാരായണനെ എങ്ങനെയാണ് സ്തുതിച്ചത് എന്ന് പറയുകയാണ്. എന്നിട്ട് അവർ 16 പറയുകയാണ്, ഭാരതത്തിലും കുറേ നദികളെല്ലാം ഉണ്ട്, ആ നദികളുടെ കാര്യങ്ങളെല്ലാം ഇനി പറയാൻ പോകുന്നത്. എന്നിട്ട് അവയുടെ പേരെല്ലാം പറയുകയാണ്. മലയം, അങ്ക, പ്രസ്ഥം, മൈനാകം, ത്രികുടം, ഋഭുപഗിരി, കുടകമല, കൊല്ലഭാത്രി, സാഹ്യൻ, ദേവഗിരി, ഋഷിമുഖ, ശ്രീശൈലം, വെങ്കടാചലം, മഹേന്ദ്രം, വാരിധാന, വിദ്യൻ, ശുക്തിമാൻ, ഋഷഗിരി, വാരിയത്രൻ, ദ്രോണം, ചിത്രകൂടം, ഗോവർദ്ധനം, രൈവതകം, കകുഭം, നീലഗിരി, ഗോക്ഷമുഖം, ഇന്ദ്രകീലം, കാമഗിൽ എന്നിങ്ങനെ മറ്റ് ഒട്ടേറെ പർവ്വതങ്ങളുണ്ട്. പിന്നെ അതിൻ്റെ കീഴെയായിട്ട് 100 ആയിരക്കണക്കിന് വേറെ പർവ്വതങ്ങളുണ്ട് എന്ന് പറയാം. അവയിൽ നിന്നെല്ലാം പടിഞ്ഞാറോട്ടേക്കും കിഴക്കോട്ടേക്കും പോകുന്ന അനേകം പുഴകൾ, അതിൽ നിന്നെല്ലാം ഒഴിച്ചു വരുന്ന കുറേ പുഴകളെല്ലാം ഉണ്ട് എന്നാണ് 16 പറയുന്നത്. എന്നിട്ട് 17 പറയുകയാണ്, അതിൽ നിന്ന് വരുന്ന നദികളെല്ലാം ഭാരതവാസികൾ അവരുടെ ശരീരമെല്ലാം വൃത്തിയാക്കാൻ വേണ്ടിയിട്ട്, ശുചിയാക്കാൻ വേണ്ടിയിട്ടെല്ലാം ഉപയോഗിക്കുകയാണ്. ഇതെല്ലാം ഭാരതവർഷത്തിലെ മഹാനദികളാണെന്ന് പറയുമ്പോൾ 17 പറയുമ്പോൾ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത്, ഭാരതവർഷം എന്ന് പറയുന്നത് ആ ഹിമവാന എന്നുള്ള ആ വലിയൊരു പ്രദേശമാണ്. അല്ലാതെ നമ്മളെ ഭൂമി എന്ന അർത്ഥത്തിലൊന്നും, ഭാരതവർഷം എന്ന് പറയുമ്പോൾ ഭാരതം ഭരിച്ചത് എന്ന അർത്ഥത്തിൽ ഭൂമി എന്ന നിലയിൽ എടുക്കാമെങ്കിലും നമ്മൾ നേരത്തെ നദികൾ എന്ന് പറയുമ്പോൾ ഓർബിറ്റുകളെല്ലാം അതിൽ പെടുത്തിയിട്ടുണ്ട് എന്ന കാര്യം മറന്നു പോകരുത്. ഭ്രമണപഥങ്ങളെയെല്ലാം നദികളായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പോൾ പക്ഷേ ഇവിടെ വേറൊരു കാര്യം കൂടിയും പറഞ്ഞിട്ടുണ്ട്. മനുഷ്യരുടെ ശരീരം ശുചിയാക്കാൻ വേണ്ടിയിട്ട് അത് ഉപയോഗിക്കുന്നു, ഭാരതവാസികളുടെ ശരീരം ശുദ്ധിയാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു എന്ന് പറയുമ്പോൾ കുളിക്കുക എന്ന അർത്ഥത്തിൽ വരികയാണെങ്കിൽ ഭാരതത്തിലൂടെ കൊടുക്കുന്ന നദികൾ തന്നെയാണ്. ഭാരതം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു കാര്യമുണ്ട്, ഭൂമിയാണ്. ഭാരതം എന്ന് പറയുമ്പോൾ ഭൂമി മാത്രമല്ല, സൗരയൂഥ സിസ്റ്റമാണെന്നും നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. സൗരയൂഥ സിസ്റ്റമാണ്, ഭൂമി മാത്രമായിട്ട് നിലനിൽക്കാൻ പറ്റില്ല. സൂര്യൻ്റെ ഒരു ഭാഗമല്ലേ ഭൂമി. അപ്പം സൂര്യനിൽ തന്നെ ഓർബിറ്റുകളുണ്ട്. സൂര്യനിലെ ഭൂമി എന്ന് പറയുമ്പോൾ ഭൂമിയിലുള്ള നദികളുമാകാം. ഇനി മറ്റുള്ള ഗ്രഹങ്ങളിലൂടെ സൂര്യന് ചുറ്റും മറ്റുള്ള ഗ്രഹങ്ങളുണ്ടല്ലോ, അതിലുള്ള നദികളും എല്ലാം പെടുവോ എന്നുള്ളതെല്ലാം നമ്മൾ ഇതിനകത്ത് ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. കുറേ നദികളുണ്ട് എന്ന് പറയുമ്പോൾ ഇതിൽ പല നദികളും, ചില നദികളെല്ലാം നമ്മൾ ഭാരതത്തിൽ ഇതാണ് അതാണ് എന്നെല്ലാം പറഞ്ഞു വെക്കാം. പക്ഷേ ഇവിടെയുള്ള പ്രശ്നം തന്നെ ഭാരതം എന്ന ആ പേര് വേദങ്ങൾ എഴുതുന്ന കാലഘട്ടത്തിൽ ഭാരതം എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് കാണിക്കുന്ന ഈ ഭാരതമല്ല. വേദങ്ങൾ എഴുതുന്ന കാലഘട്ടത്തിൽ ഭാരതം ഇങ്ങനെയല്ല, അതിന് വേറെയല്ലാണ് ഉദ്ദേശിച്ചിരുന്നത്. അപ്പം യഥാർത്ഥത്തിൽ ഈ ഭാരതം എന്ന് പറയുന്നത് ഭൂമി ഗോളത്തെ പൂർണ്ണമായിട്ട് എടുത്തിട്ട് തന്നെയാണ്, ഭൂമിയെ ഒന്നായിട്ടെടുത്തിട്ടാണ് ഭാരതം എന്ന നിലയിൽ ഇവിടെ പറയുന്നത്. അങ്ങനെ ചിന്തിക്കുമ്പോൾ മറ്റുള്ള രാജ്യങ്ങളിൽ നദികളും എല്ലാം ഇതിനകത്ത് പെടും. അപ്പം ഇതൊരു വലിയൊരു പഠനത്തിലൂടെ മാത്രമേ ഇത് ഏതാണ് ഉദ്ദേശിക്കുന്നതെന്നെല്ലാം നമുക്ക് എത്തിച്ചേരാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് തൽക്കാലം അതങ്ങനെ അങ്ങ് പോകട്ടെ. ഇനി നമുക്ക് 19 എന്താ പറയുന്നത് നോക്കാം. ഇനി 19 പറയുകയാണ്, ഈ ഭാരതവർഷത്തിൽ ജനിക്കുന്ന ജനങ്ങൾ, മനുഷ്യര് വെള്ള, ചുവപ്പ്, കറുപ്പ് നിറങ്ങളോടുകൂടിയ കർമ്മങ്ങൾ. വെള്ള എന്ന് പറയുമ്പോൾ സത്വഗുണം, ചുവപ്പ് എന്ന് പറയുന്ന രജോ ഗുണം, കറുപ്പ് എന്ന തമോ ഗുണം. ഇതിലേതെങ്കിലും
രൂപത്തിലായിരിക്കും കർമ്മങ്ങൾ ചെയ്യുന്നത്. ഈ വർണ്ണങ്ങളുടെ അടിസ്ഥാനം ചിലവര് സത്വഗുണമായിരിക്കും, ശാന്തമായിരുന്നു കൊണ്ട് ഇന്നത്തെ അവസ്ഥയിൽ അങ്ങനെ പോകുന്ന ഒരു വിഭാഗമായിരിക്കും. രജോ ഗുണക്കാർക്കാണെങ്കിൽ ലോകത്തെ മാറ്റിമറിച്ച് പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളോടെ പുതിയ ലോകത്തിലേക്ക് പോകുന്ന കർമ്മങ്ങൾ മാർഗമായിരിക്കും സ്വീകരിക്കുക. ചിലവർ പിന്തിരിപ്പന്മാരിയായിട്ട് എല്ലാത്തിനെയും കാലത്തെ പിന്നോട്ടടിച്ച് പഴയതിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന തമോ ഗുണക്കാരായിരിക്കാം. ഇങ്ങനെ മനുഷ്യന് 3 തരത്തിലുണ്ട്. ചിലവർ പൊതുവെ മതി ഇന്നത്തെ അലയിൽ അങ്ങ് പോയാൽ മതി എന്ന് നോക്കും, അവർ സത്വഗുണങ്ങളാണ്. ചിലവരെന്ന് പറഞ്ഞാൽ അത് പോരാ, നമുക്ക് പുരോഗമിച്ച് പോകണം, അത് രജോ ഗുണമാണ്, അത് ചുവപ്പ് കളറാണ്. സത്വഗുണം വെളുത്തതാണ്. കറുപ്പവരാണ് ഈ തമോ ഗുണക്കാർ, കാലത്തെ പിന്നോട്ടേക്ക് വലിക്കാൻ മതി, നമ്മൾ ഗോത്ര കാലഘട്ടത്തിലേക്ക് വലിക്കാൻ ശ്രമിക്കുന്നത്. പുരോഗതിയും വേണ്ട, ഒരു ഗതിയും വേണ്ട, നമുക്ക് പിന്നോട്ടേക്ക് പോയാൽ മതി. അങ്ങനെ ഈ 3 മാർഗങ്ങളിലൂടെ അവർ എന്ത് ചെയ്യുന്നു, അവരവരുടെ കർമ്മങ്ങൾ അനുഷ്ഠിച്ചിട്ട് സ്വർഗം, മനുഷ്യൻ, നരകീയ കർമ്മം ആത്മാവിൽ അനുഭവിക്കുന്നു. അതിൻ്റെ ഫലമായിട്ട് സ്വർഗീയമായ അവസ്ഥ ആത്മാവിന് ലഭിക്കും. ഈ സ്വർഗവും നരകവും മനുഷ്യനുമെല്ലാം ഈ ഭൂമിയിൽ തന്നെയാണ്. നമ്മൾ ചിലവർ ഉയർന്ന് സ്വർഗീയ അവസ്ഥയിലേക്ക് പ്രവേശിക്കും ആത്മാവ്. അപ്പം ആത്മാവ് ഉയർന്നു നല്ല ഉയർന്ന ഒരു ലെവലിലേക്ക് എത്തും. ചിലവർ അതേപോലെ തന്നെ ആത്മാവിന് പുരോഗതിയില്ല, അധോഗതിയില്ല, അങ്ങനെ തന്നെയുള്ള ജീവിത ശൈലിയിലും. ചിലവർ നേരെ നരകത്തിൻ്റെയൊക്കെ വഴിയിലേക്കാണ് പോകുന്നത്. അപ്പം അങ്ങനെയെല്ലാം പോയിട്ട് ആത്മാവിൽ അതെല്ലാം അനുഭവിക്കും. സ്വർഗീയ അനുഭവമോ നരക ജീവിതമോ അല്ലെങ്കിൽ സാധാരണ രണ്ടും കൂടിയ അവസ്ഥയിലോ ജീവിച്ചിട്ടങ്ങ് പോകും. ഇതെല്ലാം, ഈ അനുഭവമെല്ലാം കർമ്മത്തിനനുസരിച്ചാണ് കിട്ടുന്നത് എന്ന് പറയുകയാണ്. നമ്മൾ ചെയ്യുന്ന കർമ്മത്തിനനുസരിച്ചായിരിക്കും നമുക്ക് കിട്ടുന്ന ഫലങ്ങൾ. ഇങ്ങനെ ഓരോ വർണ്ണത്തിലും ജനിക്കുന്നവർ, നേരത്തെ പറഞ്ഞല്ലോ, സത്വഗുണത്തില്, രജോ ഗുണത്തില്, തമോ ഗുണത്തില്, വെള്ള, ചുവപ്പ്, കറുപ്പ്, ഈ ശൈലി ജനിക്കുന്നവര് അവരവരുടെ മാർഗത്തിൽ കൂടി പോയിട്ട് വേണമെങ്കിൽ അതിനെയൊന്നും മറികടക്കാതെ അവർക്ക് എന്ത് ചെയ്യാം, ഇതിനെയൊന്നും മറികടക്കാതെ തന്നെ അവർക്ക് എന്ത് ചെയ്യാം, അപവർഗത്തിലൂടെ മോക്ഷം നേടാം. അപ്പം ഇവർക്ക് ജീവിക്കാനുള്ള വഴികൾ ഇതെല്ലാം തന്നെയാണ്. ഒന്നിക്കൽ ഇന്നത്തെ ലോകത്തിൻ്റെ കടപ്പനുസരിച്ച് പോവുക സത്വഗുണത്തിലൂടെ, അല്ലെങ്കിൽ ലോകം പുരോഗമിക്കാനുള്ള ശ്രമത്തിലൂടെ മുന്നോട്ടേക്ക് പോവുക ചുവപ്പിൻ്റെ അല്ലെങ്കിൽ രജോ ഗുണത്തിലൂടെ, അല്ലെങ്കിൽ കാലത്തെ പിന്തിരിപ്പന്മാരായിട്ട് ജീവിച്ചു പോകാം, അതിൻ്റേതായ കർമ്മഫലം അനുഭവിക്കും. പക്ഷെ ഇവർക്കെല്ലാം തന്നെ ഈ വഴിയിൽ നിന്ന് മാറാതെ തന്നെ ബ്രഹ്മസാക്ഷാത്കാരം മോക്ഷം നേടാനുള്ള ഒരു വഴിയാണ് അപവർഗത്തിലൂടെ. എന്ത് ചെയ്താൽ മതി, ഈ കർമ്മത്തിൽ നിന്നുകൊണ്ട് തന്നെ ആ ബ്രഹ്മത്തെ ചിന്തിച്ചുകൊണ്ട് ബ്രഹ്മസാക്ഷാത്കാരം നേടാം. അതിന് പിന്നെ ആ വർണ്ണങ്ങളൊന്നും ഒരു പ്രാധാന്യമില്ല. ഏത് ജാതിയിൽ, ഏത് മതത്തിൽ, ഏത് കർമ്മം ചെയ്യുന്നവനും ബ്രഹ്മസാക്ഷാത്കാരം നേടണമെങ്കിൽ ഒരൊറ്റ വഴിയുള്ളൂ, എന്ത് എല്ലാം കളഞ്ഞു വെച്ചിട്ട് ഒരൊറ്റ പോകാം. അത് പോകാനുള്ള അവസരവും അവർക്ക് ഉണ്ട്. എനിക്ക് 20 പറയുകയാണ്, ഈ അപവർഗം എന്നത്, അതായത് ബ്രഹ്മസാക്ഷാത്കാരം, ഇത് ഏത് ജാതിയിൽപ്പെട്ടവനായാലും, ഏത് മതത്തിൽപ്പെട്ടവനായാലും, ഏത് ബ്രാഹ്മണ ജാതി, ഏത് അവസ്ഥയിലുള്ളവനായാലും, കള്ളനായാലും പിടിച്ചുപടിക്കാരനായാലും എന്തായാലും ബ്രഹ്മസാക്ഷാത്കാരം നേടണമെങ്കിൽ ഒരു വഴിയുണ്ട്. എന്താണ്? തനിക്ക് ജന്മത്തിന് കാരണമായ, ഈ ജന്മത്തിന് കാരണമായ അജ്ഞാനമാകുന്ന ഹൃദയഗ്രന്ഥിയെ തകർത്ത്, അജ്ഞാനമാകുന്ന ഹൃദയഗ്രന്ഥി, ഹൃദയം എന്ന് പറയുന്നത് ഹൃദയ വികാരങ്ങൾ, ഈ ഹൃദയത്തിൽ നിന്നാണ് ഞാൻ എൻ്റേത്, അത് എൻ്റെ, ഇതെൻ്റെ എന്നുള്ള ചിന്തയുണ്ടായിട്ട് അത് വേണം ഇത് വേണം എന്നുള്ള തോന്നലുണ്ടാകുന്നു. ആ തോന്നലുകൾ ആദ്യം പൊട്ടിക്കണം. അതായത് വിചാരങ്ങളെയെല്ലാം പൊട്ടിക്കണം. ഒന്നിനോട് ഒരു താല്പര്യമില്ലാതെ വാസുദേവ ഭക്തന്മാരുടെ നിരന്തരമായ സമ്പർക്കത്തിലൂടെ അങ്ങനെ ചിന്തിച്ച് നടക്കുന്ന ആൾക്കാരുടെ മാത്രം കൂട്ടുകൂടുക. ഈ ജീവിതമൊന്നും ഒരു ബന്ധമില്ല. ഈ ബന്ധങ്ങൾ, ഭാര്യ ഭർത്താവ്, ഇതെല്ലാം, കുടുംബം, സ്വത്ത്, അല്ലെ രാഷ്ട്രീയം, ഇതെല്ലാം വിട്ട്, എൻ്റെ രാഷ്ട്രീയ പാർട്ടി, അതെല്ലാം വിട്ട് അങ്ങനെ ഒന്നും ഉണ്ടാകുമ്പോൾ, അല്ലെ എൻ്റെ ഫാക്ടറി, എൻ്റെ ജീവിതം, എൻ്റെ ലോകം, എൻ്റെ ദേശം, ഇതെല്ലാം വിട്ടിട്ട് അത്തരം വികാരങ്ങളെല്ലാം കളഞ്ഞിട്ട് ആരെങ്കിലും നടക്കുന്നുണ്ടോ? എല്ലാവരും ആകെയും ഇതെല്ലാം മിഥ്യയാണ്,
ആ ഒരു ശക്തി വിശേഷം കാട്ടിക്കൂട്ടുന്നതാണ് ഇന്ന് ചിന്തിച്ച് നടക്കുന്ന ഭക്തന്മാരുടെ കൂടെ അവരുമായിട്ട് കൂട്ടുകൂടിയിട്ട് നടക്കണം. ഇങ്ങനത്തെ ചിന്താഗതിയുള്ളവരായിരുന്നു. അല്ല രാഷ്ട്രീയക്കാരെ കൂടെയല്ല, മതങ്ങളുടെ കൂടെയല്ല, ആത്മീയ പ്രഭാഷകരുടെ കൂടെയല്ല. അവരെല്ലാം എന്തെല്ലോ വേറെ എന്തെല്ലോ കാട്ടിക്കൂട്ടി അവരെല്ലാം വിട്ടിട്ട് ഈ ലോകമേ മണ്ടത്തരമാണ്, ഇതെല്ലാം മിഥ്യയാണ് എന്ന് വെച്ച് നടക്കുന്ന വല്ലവരുണ്ടെങ്കിൽ അവരെ കൂടെ നിരന്തരമായി നടന്നുകൊണ്ട് എന്നിട്ട് എന്ത് വേണം, നിരന്തരമായ അവരുമായിട്ടുള്ള സംഘത്തിലൂടെ സകല ചരാചരങ്ങളുടെയും ആത്മാവായിട്ട് മാറും. സകല ചരാചരങ്ങളുടെയും ആത്മാവാണ് എൻ്റെ. ഞാനെന്നത് ഈ കാണുന്നതെല്ലാം ഞാൻ തന്നെയാണ്. ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ട, പട്ടി പൂച്ച എല്ലാത്തിൻ്റെ ആത്മാവ് ഞാൻ തന്നെയാണ്. അവരുടെ എന്നിലും എല്ലാം ഉള്ള ആത്മാവേ ഒന്നാണ്. ഒരൊറ്റ സംഗതിയാണ് ഇതെല്ലാമായിട്ട് മാറിയത്. ഈ കാണുന്നതെല്ലാം പലതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എല്ലാം ഒന്നാണ്. അതിൽ ഹിന്ദുവില്ല, മുസ്ലിമുമില്ല, ക്രിസ്ത്യാനിയുമില്ല, ഒന്നുമില്ല, ജാതിയുമില്ല, മതമില്ല, ഒരു ചുക്കുമില്ല, ആണുമില്ല, പെണ്ണുമില്ല, ഒന്നുമില്ല. എല്ലാം ബ്രഹ്മമാണ് എന്ന ചിന്തയിൽ, എല്ലാം ഒരേ ആത്മാവാണെന്ന ചിന്തയിലെത്തിയിട്ട് രാഗാദി ദോഷങ്ങളെല്ലാം കളയണം. പിന്നെ രാഗവുമില്ല, രാഗാദി ദോഷങ്ങൾ ഒന്നും തന്നെ ഇല്ല. ആരോടും അനുരാഗമോ മറ്റേ കുന്തോ വിദ്വേഷമോ വെറുപ്പോ ഒരു ചിന്തയില്ല. വെറും ന്യൂട്രൽ എന്ന ഒരു ചിന്താഗതിയോടുകൂടി എന്നിട്ട് വാക്കുകൾക്ക് വിഷയീഭവിക്കാൻ കഴിയാത്ത, വാക്കുകളെ കൊണ്ടൊന്നും പറഞ്ഞു തരാൻ പറ്റൂല ആ ശക്തി ഏതാണെന്ന്. വാക്കുകൾക്ക് വിഷയീഭവിക്കാത്ത പരമാത്മാവായ ശ്രീ വാസുദേവൻ. ആ വാസുദേവൻ എന്നെല്ലാം പറയുമ്പോൾ വാക്കുകളെ കൊണ്ടൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അതിന് രൂപവുമില്ല, ബാബുവില്ല, ഒരു ഗുണവുമില്ല. രൂപവും ബാബുവും ഇല്ലാതെ തന്നെ എങ്ങനെ വാക്കുകൾ കൊണ്ട്? ഇപ്പോൾ ഇവിടെ ഒരു സാധനമുണ്ട്, അതിന് രൂപവുമില്ല, ബാബുവില്ല, അതിനെ കാണാനും പറ്റില്ല. പിന്നെ നമ്മൾ വാക്കുകൊണ്ട് എങ്ങനെയാണ് പറയുക? ഇത്ര നീളമുണ്ടെന്ന് പറയേണ്ട കാര്യം രൂപമില്ല, പിന്നെ എങ്ങനെ രൂപം? അത് മഞ്ഞ നിറത്തിലാണെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സാധനയുടെ നിറവില്ല അതിന്. അപ്പം അങ്ങനെയുള്ള പരമായ, അല്ലാതെ വാസുദേവൻ നമ്മുടെ മനസ്സിൽ കഥയിലെല്ലാം വിവരിച്ചിരിക്കുന്ന വാസുദേവന്റെ ആ രൂപത്തിലൊന്നും ചിന്തിച്ചു പോകരുത്. അങ്ങനെയുള്ള വാസുദേവനിൽ നിഷ്കാമമായ ഭക്തി ചെലുത്തുകയാണ് ലക്ഷണം. ഏതിനുള്ളത്? ആ എളുപ്പ വഴിയിൽ ബ്രഹ്മസാക്ഷാത്കാരം നേടാനുള്ളത്. അതിന് ഏത് മതമായാലും ഏത് ജാതിയായാലും അതിനൊന്നും ഒരു പ്രശ്നവുമില്ല. നിങ്ങൾ അങ്ങനെ നിർഗുണമായ എല്ലാത്തിലും വ്യാപിച്ചു കിടക്കുന്ന ആ ശക്തി വിശേഷത്തെ മനസ്സിൽ ധരിക്കുക. അത്ര മാത്രം ചെയ്താൽ മതി. എങ്കിൽ ബ്രഹ്മസാക്ഷാത്കാരം നേടും. അതിന് നിങ്ങളെ കർമ്മങ്ങളുമായിട്ട് ഒരു ബന്ധവും ഇല്ല. എന്നിട്ട് 21 പറയുകയാണ്, അങ്ങനെയുള്ള മനുഷ്യന്മാർക്ക് ഭാരതവർഷത്തിൽ ജനിച്ചവർക്ക് ഇവരെന്ത് പുണ്യം ജനിച്ചിട്ടാണ് ഈ ഭാരതവർഷത്തിൽ ജനിച്ചത് എന്ന് ചോദിക്കുകയാണ്. കാരണം ഇവിടെ വെച്ചിട്ടാണ് മോക്ഷം ലഭിക്കാനുള്ള ഏക മാർഗം ഈ ഭാരതവർഷത്തിൽ വെച്ച് ഇങ്ങനെ നമ്മൾ ചെയ്താൽ മോക്ഷം ലഭിക്കും. എന്നിട്ട് അതിശയിച്ച് പറയുകയാണ്, അങ്ങനെയുള്ള വ്യക്തികൾക്ക് എങ്ങനെയാണ് ഇവിടെ എന്ത് മോഷങ്ങൾ ചെയ്തിട്ടാണ് പണ്ടത്തെ കർമ്മത്തിൽ, പണ്ടുള്ള ജന്മത്തിൽ എന്ത് മോക്ഷകർമ്മം ചെയ്തത് കൊണ്ടാണ് അവർക്കിങ്ങനെ ഒരവസരം ഭാരതവർഷത്തിൽ കിട്ടിയിരിക്കുന്നത്? ചിലപ്പോൾ ഭഗവാൻ തന്നെ അവരോട് സ്നേഹം തോന്നിയിട്ട് കൊടുത്തതായിരിക്കുമോ? ഭാരതവർഷത്തിൽ ജനിച്ചിട്ട് ബ്രഹ്മസാക്ഷാത്കാരം നേടിക്കൊട്ടെ എന്ന് ഭഗവാന് തന്നെ ചിലപ്പം തോന്നിയതായിരിക്കുമോ? എന്നിട്ട് ഈ പറയുന്ന ദേവന്മാരെല്ലാം അവിടെ ഇരുന്ന് നാരദനെല്ലാം പറയുകയാണ്, നാരദനെല്ലാണല്ലോ സ്തുതിക്കുന്ന, അവരെല്ലാം പറയുകയാണ്, നമുക്ക് ആശ തോന്നുന്നു, അസൂയ തോന്നുന്നു, ആശ തോന്നുന്നു, ഇങ്ങനെ ഒരു മനുഷ്യനായിട്ട് ഇവിടെ ഭാരതവർഷത്തിൽ ജനിക്കാൻ പറ്റിയിരുന്നു എങ്കിൽ. ഇതാണ് പൂന്താനം പണ്ട് പാടിയത്. ഈ ഭാരതവർഷത്തിൽ ജനിച്ചാൽ ഈ കലിയുഗത്തിലാണ് ബ്രഹ്മസാക്ഷാത്കാരം നേടാനുള്ള ഏറ്റവും നല്ല എളുപ്പവഴി. എന്ത് ചെയ്താൽ മതി? ഇതെല്ലാം വിട്ടിട്ടങ്ങ് പോയേച്ചാൽ മതി. എത്ര എളുപ്പമാണ്. ഒരു ഉപകരണവും ആവശ്യമില്ല. ഷർട്ട് പോലും വേണ്ട. ബന്ധുക്കളെയെല്ലാം കളഞ്ഞിട്ട് ഉടുതുണിയടക്കം കളഞ്ഞിട്ട് ഭ്രാന്തനെ പോലെ അങ്ങ് പോയാൽ അത് നല്ലൊരു വഴിയാണ്. നേരത്തെ പറഞ്ഞു വന്നിട്ടുണ്ട്. മരിക്കാൻ പോകുമ്പോൾ എന്ത് ചെയ്താൽ മതി? ആ ശക്തിയെ പറ്റി അങ്ങ് ചിന്തിച്ചാലും മതിയെന്ന് നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇത് പക്ഷെ കുറച്ച് വളഞ്ഞ വഴി തന്നെയാണ്. എന്നിട്ട് 22 പറയുകയാണ്, ഞങ്ങളുടെ ദുഷ്കരമായ ഫലങ്ങൾ കൊണ്ടോ, നമ്മൾ ദുഷ്കരമായ എന്തെല്ലോ കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട് ഇവിടെ.
അതിൻ്റെ പാട്ട് പെട്ടിട്ട് എന്തെല്ലോ കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്. കർമ്മം ചെയ്യുന്നുണ്ട്, വ്രതം അനുഷ്ഠിക്കുന്നുണ്ട്, തപസ് അനുഷ്ഠിക്കുന്നുണ്ട്, പിന്നെയോ പല ദാനങ്ങൾ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ചെയ്തിട്ട് എന്താ ഫലം? ഒരു ഫലമില്ല. ഒരു ഫലവും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. നിങ്ങൾ ഇവിടെ കിടന്നിട്ട് എന്ത് തലവത്തി മറിഞ്ഞാലും നിങ്ങൾക്ക് ഒരു ഗുണവും കിട്ടാൻ പോകുന്നില്ല. കിട്ടാൻ വേണ്ടിക്ക് ഇതെല്ലാം കളഞ്ഞു കെട്ടിയിട്ട് പോകുന്ന ഒരു വഴിയേ ഉള്ളൂ. കാരണം ഇവിടെ കിടന്നിട്ട് എന്ത് കർമ്മം ചെയ്താലും, എന്ത് ദാനം ചെയ്താലും, എന്ത് നല്ല ആളായിട്ട് അഭിനയിച്ച് എന്ത് കർമ്മം ചെയ്താലും നിങ്ങൾക്ക് ഒരു ഗുണവും കിട്ടുന്നില്ല. കാരണം അവിടെ നാരായണൻ്റെ പാദങ്ങളെ സ്മരിച്ചുകൊണ്ടല്ല നിങ്ങൾ ഇതൊന്നും ചെയ്യുന്നത്. നാരായണന് വേണ്ടിയിട്ടല്ല നിങ്ങൾ ഇതൊന്നും ചെയ്യുന്നത്. നാരായണനെ ചിന്തിച്ചുകൊണ്ടല്ല നിങ്ങൾ ചെയ്യുന്നതെല്ലാം ഞാൻ എൻ്റെ എന്ന ചിന്ത വെച്ചിട്ടാണ്. ഞാൻ എൻ്റേത് എനിക്ക്, ഞാൻ ദാനം ചെയ്യുന്നു എന്ന ചിന്ത വെച്ചിട്ടാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. അല്ലാതെ നാരായണൻ എന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് എൻ്റെ എല്ലാ സാധനവും ഊരിയിട്ട് സാധുക്കൾക്ക് കൊടുക്കാനാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് ഞാനെല്ലാം എടുത്ത് ദൂരെ കളയുകയാണെങ്കിൽ നാരായണന് വേണ്ടിയിട്ടായിരിക്കും. എന്നെ ജനിപ്പിച്ചത് ആ ശക്തിയാണ്. എന്നെപ്പോലെ തന്നെയാണ് ആ ദരിദ്രവാസി ഇരിക്കുന്നത്. അപ്പം ഞാൻ ഈ ഉടുപ്പ് ഇടുന്നത് ശരിയല്ല. അതും നാരായണൻ തന്നെയാണ്. അതുകൊണ്ട് അയച്ചിട്ട് അങ്ങനെ കൊടുക്കുകയാണ് മറ്റേ ദരിദ്രവാസി. ഇങ്ങനെ ഓരോന്നും കൊടുക്കുകയാണെങ്കിൽ നാരായണനെ ചിന്തിച്ചുകൊണ്ടാണ്. ഇതൊന്നുമല്ല. നമ്മൾ അവൻ ദരിദ്രവാസി, ഞാൻ കുറച്ച് പൈസ ഉള്ളവനാണ്, എന്നാൽ കിടക്കട്ടെ, എൻ്റെ വക എന്തൊന്നും കൊടുക്കണ്ടേ. ഇത് ഞാൻ എന്ന ചിന്ത വെച്ചിട്ട് ചെയ്യുമ്പോൾ നാരായണനെ പറ്റി ഒരു ചിന്തയും അവിടെ ഇല്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്ത് തലകുത്തി മറിഞ്ഞാലും, എന്ത് കർമ്മം ചെയ്താലും, എന്ത് പൂജ നടത്തിയാലും നിങ്ങൾക്ക് ബ്രഹ്മസാക്ഷാത്കാരം കിട്ടാൻ പോകുന്നില്ല. കാരണം നിങ്ങൾ ചെയ്യുന്നതെല്ലാം ഇന്ദ്രിയങ്ങളെ സ്മരിച്ചുകൊണ്ടാണ്. നിങ്ങളുടെ ഇന്ദ്രിയങ്ങൾ കണ്ണൊന്ന് കാണുന്നു, കണ്ണിലൊന്ന് കാണുന്നു, അപ്പം തോന്നുന്നു കൊള്ളാം, അവനൊരു ദാനം കൊടുത്തേക്കാം. ഇല്ലേ ആരെങ്കിലും എന്തോ പറയുന്നു, അവൻ പാവം, അവനൊരു 10 രൂപ കൊടുക്കും, ശരി എന്നാൽ 10 രൂപ കൊടുക്കുക. ഇത് ഇന്ദ്രിയങ്ങളുടെ ആഗ്രഹം, ഇന്ദ്രിയങ്ങളിൽ കാണുന്ന വികാരങ്ങളും പറയുന്നത് കേട്ട് ഇതെല്ലാം നിങ്ങൾ ചെയ്യുന്നത്. അങ്ങനെയൊന്നല്ല നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾ ആദ്യം തന്നെ ചിന്തിക്കേണ്ടത് എന്താണ്? ഞാനൊന്നൊന്നില്ല, എല്ലാം ബ്രഹ്മമാണ്, എനിക്ക് എൻ്റേതായിട്ട് ഒന്നിൻ്റെ ആവശ്യമില്ല, എല്ലാം എൻ്റെ ഉള്ളിലുള്ളത് ആ ശക്തിയാണ്. ആ ശക്തിയാണ് എല്ലാം എന്നെക്കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. എൻ്റേതായിട്ട് ഒരു കർമ്മവുമില്ല എന്ന നിലയിൽ നിങ്ങൾ ജീവിക്കുമ്പോൾ മാത്രമേ ആ ശ്രീഹരിയെ ചിന്തിച്ചു കൊണ്ടുപോകുള്ളൂ. അതിനുള്ള ഒരു വഴി എന്തേ ഉള്ളൂ? ഈ ഭൗതിക ലോകം ഉപേക്ഷിച്ചിട്ട് പോവുക മാത്രമേ ഇനി വേറെ വഴിയുള്ളൂ. ഭൗതിക ലോകമായിട്ട് ബന്ധപ്പെടണം. ഞാനെന്ന ചിന്ത മാറുമ്പോൾ ഈ ലോകവുമായിട്ടുള്ള ബന്ധം മാറും. അപ്പം ലോകമായിട്ട് ബന്ധം മാറ്റിയാൽ ഞാനെന്ന ചിന്തയും ഇല്ലാതാകും. അതിന് വിരക്തി വരണം. വിരക്തി വരുമ്പോഴേ ഈ ലോകത്തോട് മടുപ്പ് തോന്നും. അപ്പോൾ പിന്നെ ഞാനെന്ന ചിന്തയും ഓട്ടോമാറ്റിക്കായിട്ട് ഇല്ലാതാകും. അപ്പോഴാണ് എല്ലാം ആ നാരായണനാണ് എന്ന ചിന്തയിൽ വരുന്നത്. അല്ലാതെ നമ്മളിവിടെ കിടന്നിട്ട് എന്ത് ചെയ്താലും അതെല്ലാം ഇന്ദ്രിയങ്ങളുടെ പ്രേരണക്കനുസരിച്ചാണ് നടക്കുന്നത്. 23 പറയുകയാണ്, കൽപ്പാന്തകാലം മുതൽ ഈ ലോകം അവസാനിക്കുന്നത് മുതൽ. ഹൃദയം തരത ഇങ്ങനെ പറഞ്ഞിട്ട് ലോകം കൽപ്പാന്തങ്ങളെല്ലാം കഴിഞ്ഞിട്ട് അവസാന ലോകം അവസാനിക്ക് വരുന്നത് വരെയുള്ള മഹാന്മാരുടെ ജീവിതം നിങ്ങൾക്ക് കിട്ടിയാലും അതിലും എത്രയോ ശ്രേഷ്ഠമാണ് കുറച്ച് കാലത്തേക്ക്, ഇപ്പം 100 വർഷത്തേക്കുള്ള മനുഷ്യൻ്റെ ഭാരതഭൂമിയിലെ വാസം. അതായത് മനുഷ്യരായി ജനിച്ചാൽ മാത്രമേ, മനുഷ്യരായി ജനിക്കുമ്പോൾ ആയുസ്സും കുറയില്ല, അപ്പോൾ മാത്രമേ 100 എന്ന് പറഞ്ഞാൽ ഞാനിവിടെ പറഞ്ഞതാണ്. മനുഷ്യരുടെ ആയുസ് കാലഘട്ടത്തിനനുസരിച്ച് മാറും. അപ്പോൾ മനുഷ്യരായി ജനിക്കുമ്പോൾ കുറച്ച് ആയുസ്സേ ഉള്ളൂ. കൽപ്പാന്തകാലം വരെയുള്ള ആയുസ്സുള്ള ജീവികൾ എന്ന് പറയുമ്പോൾ ഈ കല്ലും മണ്ണും എല്ലാം അത്ര കാലത്തേക്ക് ജീവിക്കുന്നതായിട്ട് ചിന്തിക്കാം. അവരുടെ ആയുസ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മളത് തുച്ഛമാണ്. പക്ഷേ ഭാരതത്തിൽ മനുഷ്യരായി ജനിച്ചാൽ മാത്രമേ നമുക്ക് ഇത്തരത്തിൽ വിരക്തി വന്നിട്ട് ബ്രഹ്മസാക്ഷാത്കാരത്തിന് പോകാൻ പറ്റൂ. അല്ല കല്ലിന് പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഈ ഭാരതവർഷത്തിലെ ഈ ചെറിയ കാലത്തിലുള്ള ജീവിതമാണ് ശ്രേഷ്ഠം. ആ കാലഘട്ടത്തിൽ അവർ എന്ത് ചെയ്യണം? ഈ കർമ്മങ്ങളെല്ലാം അവസാനിപ്പിച്ച്, അതായത് ഈ ഭൗതിക ലോകത്തിലുള്ള എല്ലാം ഉപേക്ഷിച്ച്,
ഭൗതിക ലോകത്തുനിന്ന് വിട്ടാലേ കർമ്മം ഇല്ലാതാകുകയുള്ളൂ. അല്ല വീട്ടിലിരുന്ന് കൊണ്ട് കർമ്മം എങ്ങനെ ഇല്ലാതാക്കാം? വീട്ടിലിരിക്കുമ്പോൾ അച്ഛനും അമ്മയും വിളിച്ചിട്ട് അല്ലെങ്കിൽ മക്കൾ വിളിച്ചിട്ട് പറയാം അച്ഛ അത് വേണം ഇത് വേണം എന്നെല്ലാം പറയും. ഇവിടെ എല്ലാം ഉപേക്ഷിച്ചിട്ട് ശ്രീഹരിയുടെ പാദത്തെ സേവിച്ചുകൊണ്ട് പോകണം. അത് മാത്രമേ വഴിയുള്ളൂ. ഇനി 24 ഈ ശ്രീഹരിയുടെ കഥാമൃത സദസ്സ് ഇല്ലാത്ത ദേശം, അതായത് ശ്രീഹരിയെ പറ്റിയുള്ള കഥകൾ അല്ലെ അതുമായിട്ട് ബന്ധപ്പെട്ട് ആ നിർഗുണമായ ബ്രഹ്മത്തെ പറ്റിയുള്ള പ്രഭാഷണങ്ങൾ എവിടെ നടക്കുന്നില്ലയോ, അതായത് ബാക്കിയുള്ള 2 സയൻസാണുള്ളത്, പരാസയൻസും അപരാസയൻസും. പരാസയൻസ് എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായോ ആ അതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നത്. അങ്ങനെ ചർച്ച നടക്കാത്ത സ്ഥലം, അതിനെ ആഗ്രഹിക്കുന്ന ഭക്തന്മാർ ഇല്ലാത്ത സ്ഥലം, അതായത് പ്രപഞ്ച രഹസ്യം മനസ്സിലാക്കാൻ, പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായി, എന്താണ് ഈ ബ്രഹ്മം, അതിനെപ്പറ്റിയൊന്നും മനസ്സിലാക്കാൻ ശ്രമിക്കാത്തവർ, അങ്ങനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവർ ഇല്ലാത്ത സ്ഥലം, അത്യാനന്ദകരമായ ഹരിസമാരാധന ഇല്ലാത്ത സ്ഥലം. അതായത് ഏറ്റവും ആനന്ദകരമായ ആ ജ്ഞാനം എന്ന് പറയുന്നത് ആ ബ്രഹ്മതത്വം മനസ്സിലാക്കിയാണ്. പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായ ആ ബ്രഹ്മം, അതിൻ്റെ വിക്രിയകൾ, അതാണ് ഈ മായാരൂപത്തിലുള്ള പ്രപഞ്ചം സൃഷ്ടിച്ചത്, അതിൻ്റെ കളികൾ, അതിൽ നമ്മളെ പിടിച്ചിട്ടിരിക്കുന്ന ഇത്തരം കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ ശ്രമിക്കാത്ത ആളുകൾ ഉള്ള സ്ഥലം. അതിലൂടെയാണ് നമുക്ക് എല്ലാ ജ്ഞാനവും ലഭിക്കുന്നത്, പൂർണ്ണ ജ്ഞാനം ലഭിക്കുന്നത്. അപ്പോഴുള്ള ആനന്ദം വേറെ തന്നെയാണ്. അങ്ങനെയുള്ള ഒരു ആനന്ദത്തിലൂടെ ആ ശ്രീഹരിയെ ആരാധിക്കാത്ത സ്ഥലം, അപ്പം ഇതൊന്നുമില്ലാതെ ബ്രഹ്മത്തെ പറ്റി ചിന്തിക്കാത്ത സ്ഥലം, അത് ബ്രഹ്മലോകമാണെങ്കിൽ പോലും അത് സേവിക്കാൻ അർഹമല്ല. അതായത് അതിനത്ര വലിയ മഹത്വമൊന്നും ഇല്ല. 25 പറയുകയാണ്, ഇവിടെ ചില ജന്തുക്കളെ ജ്ഞാനം, കർമ്മം, ദ്രവ്യം എന്നിവയിൽ ആകൃഷ്ടമായ മനുഷ്യജന്മത്തെ പ്രാപിച്ചിട്ടും, മനുഷ്യജന്മം ഉണ്ടായിരിക്കുന്നത് ഇതിനെല്ലാം വേണ്ടി തന്നെയാണ്. ജ്ഞാനം നേടുക, കർമ്മം ചെയ്യുക, അതിൻ്റെ ഫലം അനുഭവിക്കുക, ദ്രവ്യങ്ങളെ എല്ലാം ഉപയോഗിച്ചുകൊണ്ട് എന്നിവയിൽ ആകൃഷ്ടരായിട്ട് തന്നെയാണ് മനുഷ്യർ ജനിക്കുന്നത്. മനുഷ്യർ ജനിക്കുന്ന ഈ ലോകത്തിൽ കർമ്മം ചെയ്യാനാണ്. അപ്പോൾ ഇത്തരം വസ്തുക്കളോടെല്ലാം ആഗ്രഹം മനസ്സിലുണ്ടാകും, ഞാൻ എൻ്റേത് എന്ന ചിന്തയെല്ലാം ഉണ്ടാവുക സ്വാഭാവികം തന്നെയാണ്. എന്നിട്ടും പുനർജന്മത്തിൽ നിന്നും മുക്തമായ ശാശ്വതമായ ആനന്ദത്തിനായി യത്നിക്കുന്നില്ലെങ്കിൽ, ഇങ്ങനെ ജനിച്ചതിങ്ങനെ തന്നെയാണ്, കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി തന്നെയാണ്. അതിനാണ് ഞാനെന്നൊക്കെ ചിന്തയുണ്ടാക്കുക, എന്നിട്ട് നമ്മളെ കൊണ്ട് കർമ്മം ചെയ്യും. അതിന് തന്നെയാണ് ജനിച്ചത്. ആ കർമ്മം തീരുന്നതനുസരിച്ച് നമ്മൾ എന്ത് ചിന്തിക്കണം? പുനർജന്മത്തെ പറ്റി, പുനർജന്മമില്ലാത്ത ശാശ്വതമായ ആനന്ദത്തെ പറ്റി അതിലിടക്ക് നമ്മൾ ചിന്തിക്കണം. ചിന്തിച്ചിട്ടില്ല എങ്കിൽ, അതിന് ശ്രമിച്ചിട്ടില്ല എങ്കിൽ അവർ കാട്ടുപറവകളെ പോലെ വേടൻ്റെ, അതായത് ആ പറവകളെ പോലെ എന്ന് പറയുമ്പോൾ പറവകൾ എന്ന് പറഞ്ഞാൽ വേടൻ്റെ വലയിൽ കുടുങ്ങും. അതുപോലെ നമ്മളും ബന്ധനത്തിലകപ്പെടും. ഇവിടെ നമ്മളിപ്പം ജനിച്ചിരിക്കുന്നത് കർമ്മം ചെയ്യാൻ തന്നെയാണ്, ആ ശക്തി ജനിപ്പിച്ചിരിക്കുന്ന കർമ്മം ചെയ്യാനാണ്. പക്ഷേ അതിൻ്റെ ഇടയ്ക്കെങ്കിലും നമ്മൾ ഇങ്ങനെയൊരു വശത്തെപ്പറ്റി ചിന്തിക്കണം. യഥാർത്ഥത്തിൽ ഒരു ശക്തി വിശേഷം നമ്മളെക്കൊണ്ട് ഇതാണ് ചെയ്യിപ്പിക്കുന്നത് എന്നുള്ള ആ ഒരു ചിന്ത, ആ ഒരു ശക്തി വിശേഷത്തെ ചിന്തിച്ചിട്ടില്ല എങ്കിൽ പിന്നെ നമ്മൾ പിന്നെയും ഇതേ ജന്മം തുടരേണ്ടി വരും. അവിടെയും ബന്ധനത്തിലാണ് അകപ്പെടുക. നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ബന്ധനത്തിലാണ്, പലതരം ബന്ധനങ്ങളിൽ അകപ്പെട്ടിട്ടാണ് പോകുന്നത്. ഇനിയുള്ള ജന്മങ്ങളിൽ അങ്ങനെ ബന്ധനത്തിലകപ്പെടും. അതിൽ നിന്ന് രക്ഷപ്പെടേണ്ടിക്ക് ഒരേ വഴിയുള്ളൂ, അതിനെപ്പറ്റി ചിന്തിക്കുക. ഇനി 26. എന്നാൽ ചിലരെന്തുണ്ട്, യജ്ഞത്തിൽ വളരെ ശ്രദ്ധയോടുകൂടി യജ്ഞം ചെയ്യും. ശ്രദ്ധാപൂർവം വിധി, മന്ത്രം, ആ ദ്രവ്യവസ്തുക്കൾ എന്നിവയെ കൊണ്ട് എല്ലാ ദേവന്മാർക്കും വേണ്ടി വേർതിരിച്ച് ഹവിസർപ്പിക്കും. ദേവതകൾ എന്ന് പറഞ്ഞാൽ ഓരോ ദേവതയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഹവിസർപ്പിക്കുന്നത്.
ദേവതകൾ എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളുമാണ്. എല്ലാ വസ്തുക്കളും ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഹവിസ് അർപ്പിക്കുന്നത്. ഉദാഹരണമായിട്ട് ചോറുണ്ടാക്കണ്ടെങ്കിൽ അരിയും വെള്ളം എടുത്തിട്ട് അതിന് അഗ്നിയിൽ അർപ്പിക്കും. അരിയും വെള്ളം എന്തുണ്ടാക്കാൻ, ചോറുണ്ടാക്കാൻ. അങ്ങനെ ഓരോന്നിനും അതിൻ്റേതായ ദേവതകൾക്കാണ് കർമ്മം ചെയ്യുന്നത്. അങ്ങനെ കർമ്മം വേർതിരിച്ച് കർമ്മങ്ങൾ ചെയ്യും. പലതരം കർമ്മങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴും ഇന്ദ്രിയാദി വിവിധങ്ങളായ നാമങ്ങളിൽ ആഹ്വാനം ചെയ്യുമ്പോൾ ഇന്ദ്രനെ ആഹ്വാനം ചെയ്യും. ഇന്ദ്രനോട് നമ്മൾ ആഹ്വാനം ചെയ്യും. എന്തിന്? ഇന്ദ്ര, നീ, ഞാനിത് അരിയും വെള്ളവും അഗ്നിയെല്ലാം തരുന്നു, നീ എനിക്ക് ചോറാക്കി തരിക. അല്ലെ ഇന്ദ്രനോട് പറയും, ഇന്ദ്ര, നീ അവിടെ മേഘങ്ങളെ കൂട്ടിച്ചേർത്തിട്ട് മഴയായി പെയ്യിക്കുക. ഇങ്ങനെ പല ഇന്ദ്രാദികളോട് ആഹ്വാനം ചെയ്യുമ്പോഴും പക്ഷെ അവർ ചെയ്യുന്നത് അത് ആർക്ക് വേണ്ടിയാണ്? ശ്രീഹരിക്ക് വേണ്ടിയാണ് എന്ന നിലയിലാണ് അവർ അത് ചെയ്യുന്നതെങ്കിൽ ഇവർ ആർക്ക് തന്നെ നമ്മൾ ആഹൂതി അർപ്പിച്ചാൽ അത് അവസാനം എത്തിച്ചേരുന്നത് ആർക്ക് തന്നെയായിരിക്കും? ആ നിർഗുണമായ ബ്രഹ്മത്തിന് ശ്രീഹരിക്ക് തന്നെ എത്തുകയും ശ്രീഹരിക്ക് അത് സ്വീകരിക്കുകയും ചെയ്യും. ചിലരുടെ കാര്യത്തിൽ അവർ ഭാഗ്യവാന്മാരാണെന്ന് പറയുക. അതായത് നിഷ്കാമ കർമ്മം ചെയ്യുന്നവർ, അവർ ചെയ്യുന്ന കർമ്മം അവർ എന്ത് തരം കർമ്മം ചെയ്തോട്ടെ, ചോറുണ്ടാക്കിയോട്ടെ, സാമ്പാറുണ്ടാക്കിയോട്ടെ, അതെല്ലാം അവസാനം എത്തിച്ചേരുന്നത് ആ ബ്രഹ്മത്തിന് തന്നെയാണ്, ശ്രീഹരിക്ക് തന്നെയാണ്. കാരണം നമ്മളെ സൃഷ്ടിച്ചത് കർമ്മം ചെയ്യാനാണ്, അത് അതിനു വേണ്ടിയാണ്. നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്നത് മറ്റുള്ള ആൾക്കാരെയും ജീവിപ്പിക്കാൻ വേണ്ടിയാണ്. അത് കാരണം മറ്റുള്ളവർ ജീവിക്കണം. നമ്മൾ ഹോട്ടലിൽ വെച്ചിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് ഭക്ഷണം കഴിക്കാൻ വേറെ വീട്ടിൽ പോയിട്ട് ഭക്ഷണം കഴിക്കാൻ സാധ്യതയില്ലാത്ത ആൾക്കാർക്ക് ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചിട്ട് വേണം പിന്നെ റോഡ് വെട്ടാനും മറ്റേത് വെട്ടാനുമല്ല. അപ്പം അതെല്ലാം ശ്രീഹരിയുടെ ആവശ്യം തന്നെയാണ്. അപ്പം നമ്മളെ ഹോട്ടലിൽ നടത്താൻ പ്രേരിപ്പിച്ചതും ശ്രീഹരിയാണ്. അപ്പം നമ്മൾ ആർക്ക് വേണ്ടി എന്ത് ഉണ്ടാക്കിയാലും അതെല്ലാം ശ്രീഹരിക്ക് വേണ്ടിയാണ് എന്ന നിലയിൽ സ്വീകരിക്കുമെങ്കിൽ അവർ ഭാഗ്യവാന്മാരാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ നിഷ്കാമ കർമ്മം ചെയ്യണം, നമുക്ക് വേണ്ടി എന്ന നിലയിൽ കർമ്മം ചെയ്ത്. ഇനി 27 മർത്യൻ പ്രാർത്ഥനകളെ മാത്രം മർത്യൻ പ്രാർത്ഥിക്കുന്നതാണ് ഭഗവാൻ നൽകുന്നത്. നമ്മളിപ്പം പ്രാർത്ഥിക്കുകയാണ്, ഭഗവാനെ എനിക്ക് വിശക്കുന്ന കുറച്ച് എങ്ങനെയെങ്കിലും ഒരു ഭക്ഷണം കിട്ടേണ്ട വഴി ഉണ്ടാക്കി തരണേ എന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ തരാനൊന്നും പോകുന്നില്ല. ഭഗവാൻ തരേണ്ടത് എന്താണോ തീരുമാനിച്ച് ആ സമയത്ത് അത് കിട്ടും. അല്ലാതെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് കിട്ടാൻ പോകുന്നില്ല. പക്ഷെ ഇവിടെ ഒരു ഉദാഹരണ സഹിതം ഒന്ന് പറയുകയാണ്. ഭഗവാനോട് നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമുക്ക് വിശപ്പ് മാറ്റിത്തരണേ എന്ന് പറഞ്ഞാൽ ഭഗവാൻ വിശപ്പേ മാറ്റിത്തരുള്ളൂ, അല്ല ബ്രഹ്മസാക്ഷാത്കാരം തരില്ല. അതായത് നമ്മൾ അമ്പലത്തിൽ പോയി എന്ത് പ്രാർത്ഥിച്ചാലും അതൊന്നും ഈശ്വര പ്രാപ്തിക്കുള്ളതല്ല. നമ്മൾ ആത്മീയത പറഞ്ഞിട്ടാണ് അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്നത്. നമ്മൾ ആത്മീയവാദികളാണ് എന്ന് പ്രാർത്ഥിക്കുന്നിട്ട് അവിടെ പോയി പ്രാർത്ഥിക്കുന്നത് എന്താണ്? എൻ്റെ വീട്ടിൽ പണം കിട്ടണേ, നാളെ എൻ്റെ വീട്ടിലേക്ക് പണം കൊണ്ട് തരണേ, ഇതെല്ലാം പ്രാർത്ഥിക്കുന്നത്. അല്ലാതെ ആത്മീയതയൊന്നുമില്ല പ്രാർത്ഥിക്കുന്ന. ഭഗവാനിലേക്ക് നമ്മൾ പോയി ലയിക്കണേ എന്ന നിലയിലല്ല പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ അമ്പലത്തിൽ പോയി എന്ത് പ്രാർത്ഥിച്ചാലും നിങ്ങൾക്ക് അത് കിട്ടുമായിരിക്കും. അല്ലാതെ ആത്മീയത എന്ന് പറയുന്ന ആ ഒരു വശമുണ്ടല്ലോ, ബ്രഹ്മസാക്ഷാത്കാരം, അത് കിട്ടാനൊന്നും തോന്നില്ല. അത് അമ്പലത്തിൽ പോയി തലകുത്തി നിന്നാലും കിട്ടാൻ പോകുന്നില്ല. എന്നാൽ പരമാത്മതത്വത്തെ നൽകില്ല, ആ പരമാത്മാവിനെ നൽകില്ല. അല്ലെ ബ്രഹ്മതത്വത്തിൽ ലയിക്കാൻ പറ്റില്ല, ബ്രഹ്മസാക്ഷാത്കാരം നേടാൻ പറ്റുന്നില്ല. നിങ്ങൾ എന്താണോ പ്രാർത്ഥിച്ചത് അത് ചിലപ്പം നേടും. പക്ഷേ അതൊന്നും ആത്മീയതയിലേക്ക് എത്തിച്ചേരില്ല. കാരണം പ്രാർത്ഥിച്ചത് നേടുമ്പോൾ വേറൊരാഗ്രഹം നിങ്ങളിലുണ്ടാകും. അപ്പം നിങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കാൻ എനിക്ക് വിശക്കുന്ന ചോറ് തരണം, ഓ ശരി എന്നാ പിടിച്ചോ, ഇന്നാ ചോറ് തന്നെന്ന് വെച്ചോളൂ. പിന്നെ നിങ്ങളെ പ്രശ്നം തീർന്നില്ല. പിന്നെ നിങ്ങൾക്ക് പറയുന്നു, ഓ ഞാൻ ചോറ് തിന്ന് എനിക്ക് വിശക്കുന്നെന്ന് പറയും, അല്ല ദാഹിക്കുന്നെന്ന് പറയും. ആ ശരി എന്നാ പിടിച്ചോ വെള്ളവും തന്നു. ആ വെള്ളം കുടിച്ചാലേ പോരാ, എനിക്ക് ഉറങ്ങണം, എനിക്ക് ഉറങ്ങാനുള്ളൊരു സ്ഥലം വേണം. ഇങ്ങനെ ഓരോ ആഗ്രഹങ്ങൾ ഉണ്ടായിക്കൊണ്ട് പോകുകയല്ലാതെ
നിങ്ങൾ ആത്മീയതയിലേക്ക് പോകുന്നില്ല. അപ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ, നമ്മൾ ഈ ആത്മീയതയിൽ അമ്പലത്തിൽ എല്ലാം പോകുന്നതിന് ആർക്ക് വേണ്ടിയാണ്? ബന്ധനത്തിൽ അകപ്പെട്ട് നമ്മളെ ബന്ധുക്കൾക്ക് വേണ്ടിയാണ്. എൻ്റെ മോൾക്ക് ജോലി കിട്ടണം, അല്ലെങ്കിൽ വേർക്കരെ ചെക്കൻ വരണം, ഇതെല്ലാം പ്രാർത്ഥിക്കാനാണ് അമ്പലത്തിൽ പോകുന്നത്. അല്ലാതെ ആത്മീയവാദിയായോണ്ടൊന്നുമല്ല. നമ്മളെ സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടി, എനിക്ക് വേണ്ടി എന്ന നിലയിൽ, എനിക്ക് എൻ്റെ ബന്ധുക്കൾക്ക് വേണ്ടി എന്ന നിലയിലാണ് അവിടെ ചെല്ലുന്നത്. അല്ലാതെ ആത്മീയം ഉണ്ടായതുകൊണ്ടൊന്നും അല്ല പോകുന്നത്. അവിടെ പോയാൽ കിട്ടാനും പോകുന്നില്ല എന്ന് പറയണം. ആത്മീയത കിട്ടില്ല. കാരണം അവിടെ നിങ്ങൾ പോകും, ഓരോ ആഗ്രഹം ചോദിക്കും, കിട്ടിയാൽ കിട്ടി, കിട്ടിയെങ്കിൽ വേറെ ആഗ്രഹം വരും. പിറ്റേന്ന് ചോദിച്ച പോലെ എനിക്ക് അത് പോരാ, ഇനി ഇത് വേണമെന്ന് പറയും. ഇനി 28 അപ്പം 28 പറയുകയാണ്, വിധിയാം വണ്ണം വേദമെല്ലാം ചൊല്ലിയിട്ട്, വേദത്തിൽ പറയുന്ന തരത്തിൽ, വേദം പറയുന്ന വഴി എന്താണ്? നിസ്വാർത്ഥ കർമ്മം. നമ്മൾ ഒരു കർമ്മം ചെയ്യാനാണ് ജനിപ്പിച്ചിരിക്കുന്നത്. ആ കർമ്മം ആ ശക്തിക്കായിട്ട് അങ്ങ് ചെയ്തു കൊടുത്തേക്കുക. എനിക്ക് എന്ന ചിന്ത ഒഴിവാക്കിക്കൊണ്ട് നിസ്വാർത്ഥ കർമ്മം ചെയ്തു കൊടുത്തേക്കുക. യാഗങ്ങളുടെ അങ്ങനെ യാഗങ്ങളെല്ലാം ചെയ്ത് സൽക്കർമ്മങ്ങളെല്ലാം ചെയ്യുമ്പോൾ അതിൻ്റെ പുണ്യഫലമായിട്ട് എന്തെങ്കിലും സ്വർഗീയ സുഖം നേടുമെങ്കിലും, കർമ്മം ചെയ്താൽ, നല്ല കർമ്മം ചെയ്താൽ അതിൻ്റെ പുണ്യഫലം കിട്ടുമല്ലോ. ആ ഫലത്തിൻ്റെ ഫലം എന്തായിരിക്കും? സ്വർഗീയ ലോകം തന്നെയായിരിക്കും. നമ്മൾ നല്ല കർമ്മം, നിസ്വാർത്ഥമായി കർമ്മം ചെയ്യുമ്പോൾ ലോകം പുരോഗമിക്കുമ്പോൾ നമുക്ക് സൗകര്യം ഉണ്ടാകും. ചിലപ്പോൾ കാറിൽ പോകാൻ പറ്റും, മറ്റേ വീട് വരെ റോഡൊന്നും വരുന്നില്ല. പുരോഗതി നേടിയപ്പം വീട് വരെ റോഡ് വരുന്നുണ്ട്. നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ കാർ കയറ്റിയിട്ട് പോവുക. ഇതെല്ലാം സ്വർഗീയ സുഖം തന്നെയാണ്. അത് ആ കർമ്മത്തിൻ്റെ പുണ്യഫലത്തിൻ്റെ. പക്ഷെ ആ പുണ്യഫലം അത് കിട്ടാൻ വേണ്ടി ആയിരിക്കരുത്. ആ പുണ്യഫലത്തിലൂടെ അതല്ല നമ്മുടെ ആഗ്രഹം. അത് കിട്ടിയതിൻ്റെ ശേഷം എന്തെങ്കിലും ഫലം, പുണ്യഫലം ബാക്കിയുണ്ടെങ്കിൽ എന്ത് വേണം? ബാക്കി വരുന്ന പുണ്യഫലം ഭാരതവർഷത്തിൽ, ഈ ഭാരതവർഷത്തിലാണ് അത് സംഭവിക്കുക. ഹരിസ്മരണോടുകൂടിയ ഉത്പത്തി നമുക്കുണ്ടാകണം. നമുക്കെപ്പോഴും ആ ശ്രീഹരിയെ ചിന്തിച്ചു കൊണ്ടിരിക്കുവാനുള്ള ആ ഒരു പുണ്യഫലത്തിൻ്റെ ഫലം എന്തായിരിക്കണം? ആ ശ്രീഹരിയെ തന്നെ ചിന്തിച്ച് മനസ്സതിൽ കേന്ദ്രീകരിക്കുവാൻ കഴിയുന്ന തരത്തിൽ നമ്മുടെ മനസ്സിനെ ആക്കി തീർക്കണമെന്നായിരിക്കണം നമ്മുടെ പ്രാർത്ഥന. അതിലൂടെ നമുക്കൊരാനന്ദം കിട്ടും. അതാണ് ശരിയായ ആനന്ദം. നമുക്ക് ആ ശ്രീഹരി, ആ ശക്തി വിശേഷത്തിൽ തന്നെ മനസ്സർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റണം. എന്നിട്ട് 29 ശ്രീ സുഗൻ പറയുന്നു, ഈ ദ്വീപിൻ്റെ, ഈ ജംബുദ്വീപിൻ്റെ 8 ഉപദ്വീപുകളുണ്ടല്ലോ, 9-ൽ 1ആണല്ലോ ഭാരതവർഷം. ബാക്കിയുള്ള 8ൻ്റെ കാര്യങ്ങളെല്ലാം നമുക്ക് ഭാരതവർഷത്തിൻ്റെ എല്ലാം പറഞ്ഞു തന്നു. ഈ ദ്വീപ്, ജംബുദ്വീപിൽ അപ്പോൾ 9 ഭാഗങ്ങളായിട്ടുണ്ട് എന്ന് നേരത്തെ തന്നെ പണ്ട് പറഞ്ഞിട്ടുണ്ട്. ഉഴുതിട്ടുണ്ടാക്കിയതാണ് എന്നല്ലാണ് ഒരുത്തി ഇത് പറഞ്ഞു വരുന്നത്. ഇവിടെ വേറൊരു തരത്തിൽ പറയുകയാണ്, യാഗാശത്തെ അന്വേഷിച്ച് ചെന്ന അവസരത്തിൽ സകരപുത്രന്മാർ, അപ്പം അവര് യാഗാശം അന്വേഷിച്ച് ചെന്നപ്പോൾ സകരപുത്രന്മാർ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ആ യാഗാശത്തെ അന്വേഷിച്ചിട്ട് ഈ ഭൂമിൻ്റെ ചുറ്റും കളച്ചു നോക്കി, അവിടെയെങ്കിൽ ഈ ആകാശം മറന്നു പോയിട്ടുണ്ടോ. അങ്ങനെ കുഴിച്ചുണ്ടാക്കിയതാണ്. കുഴിച്ചിട്ട് മണ്ണിങ്ങനെ കൂട്ടിയിടുമല്ലോ ആകാശത്തെ നോക്കിയിട്ട്. അതിൻ്റെ ഫലമായിട്ടുണ്ടായതാണ് ഈ 8 ദ്വീപ് എന്ന് ആരെല്ലോ പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്നും പറഞ്ഞു വെക്കുകയാണ്. പണ്ട് പറഞ്ഞത് ഉഴുതിട്ടുണ്ടായതാണെന്നാണ്. വേറെ വേദത്തിൽ പറഞ്ഞത്, പുരാണ കഥകളിൽ പറഞ്ഞത്, ഇന്ദ്രൻ ദിതിയുടെ ഗർഭത്തിലെ ആ പിണ്ടത്തെ വെട്ടിയിട്ട് രുദ്രന്മാരാക്കിയതാണ്. അത് നമ്മൾ വേർത്തിയിൽ കണ്ടു. ഓരോരുത്തരും ഓരോ കഥ വെച്ചിട്ട് പറയുകയാണ്. എന്നിട്ട് അതിൻ്റെ പേരുകൾ അങ്ങനെ മണ്ണ് ആകാശത്തെ മാറ്റി ആകാശത്തെ കാണാൻ വേണ്ടിയിട്ട് മണ്ണിങ്ങനെ മാറ്റി കൂട്ടി വെച്ചിട്ടുള്ള 8 ദ്വീപിൻ്റെ പേര് 30-ൽ പറയുന്നു. സ്വർണപ്രസ്ഥം, ചന്ദ്രശുക്ലം, ആവർത്തനം, രമണയം, മന്ദഹരിണം, പ്രാപഞ്ചം, സിംഹളം, ലങ്ക എന്നിങ്ങനെ. അപ്പം അത് വേറൊരു തരത്തിൽ പേര് കൊടുത്തു എന്നേ ഉള്ളൂ. മുമ്പ് നമ്മൾ കണ്ട പേര് ഇതൊന്നുമല്ല. അങ്ങനെയും പറയുന്നുണ്ട്. കഥയിലാകുമ്പോൾ ചോദ്യമില്ലല്ലോ, ആർക്കും എങ്ങനെയും പറയാം. ഇനി 31-ൽ പറയുകയാണ്,
ഭാരതവംശ ശ്രേഷ്ഠ എന്ന് പറഞ്ഞുകൊണ്ട് പറയുകയാണ്, ജംബുദ്വീപിലുള്ള വർഷങ്ങളുടെ വിഭാഗം എനിക്ക് കിട്ടിയ ഗുരു ഉപദേശമനുസരിച്ച് ഞാൻ വർണ്ണിച്ചു തന്നു. അപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ കാര്യങ്ങളെല്ലാം ശുഗൻ വളരെ വിസ്തരിച്ച് തന്നെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞു. അങ്ങനെ പറഞ്ഞുകൊണ്ട് ശുഗൻ അത് മതിയാക്കുകയാണ്, ഈ അധ്യായം അവസാനിപ്പിക്കുകയാണ്. അതായത് ആ 9 ദ്വീപുകളുടെ അവസ്ഥ. അതിൽ നിന്ന് ഒന്ന് മനസ്സിലാക്കേണ്ടത് ഇത്ര മാത്രമാണ്: ഓരോ ദ്വീപിലും വ്യത്യസ്ത സമയത്താണ് കാര്യങ്ങൾ നടക്കുന്നത്. അതായത് ഒരു ദ്വീപിലിപ്പം കൃതയുഗമാണെങ്കിൽ വേറത്തിൽ ദ്വാപരയുഗമായിരിക്കും, വേറത്തിൽ കലിയുഗമായിരിക്കും, അങ്ങനെയല്ല ആയിരിക്കും. കാരണം എല്ലാം ഒരുപോലെയല്ല. ഉദാഹരണമായിട്ട് നമ്മുടെ ഭൂമിയിൽ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞതാണ്, ഇപ്പോൾ ആഫ്രിക്കയിലുള്ള അവസ്ഥയൊന്നുമല്ല അമേരിക്കയിലുള്ളത്, ചൈനയിലുള്ളത്. എല്ലായിടത്തും വ്യത്യസ്തമായ രാഷ്ട്രീയ സാഹചര്യങ്ങൾ, സാമൂഹ്യപരമായിട്ട് വ്യത്യസ്തമായിരിക്കാം. പുരോഗതി ടെക്നോളജിയുടെ വയസ്സിൽ വളരെ വ്യത്യാസങ്ങളെല്ലാം കാണും. അതുപോലെ തന്നെ ഈ ജംബുദ്വീപിലുള്ള പല പ്രദേശങ്ങളിൽ പല കാലഘട്ടങ്ങളിൽ, അതുകൊണ്ടാണ് നമ്മൾ നക്ഷത്രങ്ങളെല്ലാം കത്തിയെരിയെന്ന് പറയുന്നുണ്ടെങ്കിലും ആകാശത്തിലുള്ള എല്ലാ നക്ഷത്രവും ഒന്നിച്ചല്ല കത്തിയെരിഞ്ഞിട്ട് ബ്ലാക്ക് ഹോൾ ആകുന്നു. നമ്മൾ ചില നക്ഷത്രങ്ങൾ മാത്രമേ കത്തിയെരിഞ്ഞ് ബ്ലാക്ക് ഹോൾ ആകുന്നുള്ളൂ. അതെപ്പോഴാണ്? കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം അങ്ങനെ കഴിഞ്ഞിട്ട് കുറേ കഴിയുമ്പോഴാണ് കത്തി ഇല്ലാതെയാകുന്നത്. അപ്പോൾ എല്ലായിടത്തും ഒരുപോലെയല്ല. ഭൂമിയും കാലും ഇനി കുറച്ചു കാലം കഴിയുമ്പോൾ സൂര്യൻ കത്തിയെരിഞ്ഞു പോകും, കുറേ കാലം കഴിയുമ്പോൾ. പക്ഷേ അതെല്ലാം ഓരോ സമയത്താണ്. അല്ലാതെ ഈ ആകാശത്തിലുള്ള നക്ഷത്രങ്ങളെല്ലാം ഒന്നിച്ചല്ല കത്തിയത്. അപ്പോൾ ഈ സൈക്കിൾ വ്യത്യസ്തമാണ്. അത് പറയാൻ വേണ്ടിയാണ് ഇവിടെ ഈ അധ്യായത്തിലൂടെ ശ്രമിച്ചിട്ടുള്ളത്. പലയിടത്തും പലതരത്തിലായിരിക്കും എന്ന് പറയുക മാത്രമേ ചെയ്തിട്ടുള്ളൂ.